എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹസ്നേഹമതിൻ വിധമാക്കുകീശ്വരിയാ. ദൈവമേ നിൻ മഹസ്നേഹമതിൻ വിധമാക്കുകീശ്വരിയാ. എനിക്കാവതില്ലേ അതിരാഴമളം നിടരെത്ര ബഹുലമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുമാർവിലെല്ലാം സമയ സന്തതം ചേർന്നിരുന്ന. മോദമെഴും തിരുമാർവിലെല്ലാം സമയ സന്തതം ചേർന്നിരുന്ന. ഏകജാതനമേശുവെ പാതകൾക്കാൽ തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, പ്രിയ ശമ്മാശൻ, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്ത് ഈ ഭവനാങ്കണത്തിൽ പ്രാർത്ഥനാപൂർവം ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചേർന്ന് വന്ന കർത്തൃപാദാന്തികത്തിൽ കർത്തൃശബ്ദം കേൾപ്പാൻ കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. 11ാമത്തെ വർഷമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത് എന്ന് ഇന്നിവിടെ വന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ധാരണ ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലാണ് നാം കൂടി വന്നത്. ഇപ്പോൾ ആ മതിൽ തകർന്നു, പുറത്തും ഒക്കെ ആളുകൾ ഇരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ആത്മഭാരം ഈ നാളുകളിൽ എന്നെ തിക്കുന്നുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. മറ്റു മതങ്ങളിൽപ്പെട്ടവരും ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകാം. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് അവകാശപ്പെടുന്ന ഈ സമൂഹത്തിലാണ് ഞാനും ജീവിക്കുന്നത്. ആളുകളെ അടുത്തറിയുമ്പോൾ, ആളുകളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയനില പരിശോധിക്കുമ്പോൾ, അവരുടെ വിശ്വാസ നില പരിശോധിക്കുമ്പോൾ, അവരുടെ ജീവിത നില പരിശോധിക്കുമ്പോൾ എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ നാളുകളിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് തെല്ല അവകാശബോധത്തോടെ പറയുന്ന ഈ ആളുകളിൽ 90% ആളുകളും ഇപ്പോഴും ക്രിസ്ത്യാനികളല്ല. അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളും ഇപ്പോഴും ക്രിസ്ത്യാനികളല്ല. അവരുടെ പേര് വളരെ പ്രശസ്തമായ പള്ളിയുടെ രജിസ്റ്ററിലുണ്ട്, ഇടവക രജിസ്റ്ററിലുണ്ട്, മാമോദീസ രജിസ്റ്ററിലുണ്ട്, വിവാഹ രജിസ്റ്ററിലുണ്ട്, മറ്റ് പല രജിസ്റ്ററുകളിലും പേരെഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വലിയൊരു പറ്റം ആളുകളും ഇപ്പോഴും ക്രിസ്ത്യാനികളായി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കിടാൻ ദൈവാത്മാവിനെ ഹേമിക്കുകയാണ്. എപ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്? എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് സംഭവിച്ചാൽ എന്തായിരിക്കും അടയാളം? വേദപുസ്തകത്തിലെ ഒരു വാക്യം അച്ഛൻ നിങ്ങളെ കേൾപ്പിക്കാം. വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് ആ വാക്യം ഒരുപക്ഷെ കാണാപ്പാഠമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് മനഃപ്പാഠമാണെന്ന് അച്ഛനറിയാം. അച്ഛൻ പറഞ്ഞപ്പോൾ ആളുകൾ പലരും അത് പൂരിപ്പിക്കുന്നുണ്ടായിരുന്നു. ദൈവമക്കളെ, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അപ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ എന്ന പദപ്രയോഗം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ പാഠഭാഗം സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് വരുമോ? ഒരുത്തനെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്, പിന്നെ സ്ത്രീകൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് സത്യവേദ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം സ്ത്രീകൾ അതിൽ നിന്ന് അന്യരാണെന്നല്ല. സ്ത്രീകൾ അത് വായിക്കുമ്പോൾ ഈ വാക്യം ഇങ്ങനെ തിരുത്തി വായിച്ചാലും കുഴപ്പമില്ല: ഒരുത്തി ക്രിസ്തുവിൽ ആയാൽ അവൾ പുതിയ സൃഷ്ടി ആകുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ വേദപുസ്തകം പറഞ്ഞത് ഒരു വലിയ സത്യമാണ്. ഒരാൾ പുതിയ സൃഷ്ടിയാകുന്നത് ക്രിസ്തുവിൽ ആയിത്തീരുമ്പോഴാണ്, അഥവാ ക്രിസ്ത്യാനിയായിത്തീരുമ്പോഴാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ക്രിസ്തുവിലായിത്തീരുന്നത് വരെ ഒരാൾ പഴയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലാകുമ്പോഴാണ് ഒരാൾ പുതിയതായിത്തീരുന്നത്. ക്രിസ്തുവിലാകുന്നത് വരെ ഏതൊരാളും പഴയതാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു സംശയം, 2 പ്രസ്താവനകൾ അച്ഛൻ നടത്തും. നിങ്ങൾ അതിൽ ഏതിനോട് യോജിക്കുന്നു എന്ന് എന്നോട് പറയണം. ഈ മനുഷ്യൻ പുതിയതായിത്തീരുന്നത് ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ്. ക്രിസ്തുവിലാകുന്നത് വരെ മനുഷ്യൻ പഴയതാണ് എങ്കിൽ, ഒന്നുകിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അവൻ പഴയതായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. അതാണ് 1-ാമത്തെ പ്രസ്താവന. 2-ാമത്തെ പ്രസ്താവന അതല്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മുഴുവനും പുതിയതായിരുന്നു. പ്രയാണ മാർഗത്തിൽ എവിടെയോ വെച്ച് പിഴച്ചുപോയി, അത് പഴയതായി. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. 2 പ്രസ്താവനകളാണ് നടത്തിയത്. ഒന്നുകിൽ ദൈവം സൃഷ്ടിച്ചപ്പോഴേ മനുഷ്യൻ പഴയതായിരുന്നു, അതുകൊണ്ടാണ് ക്രിസ്തുവിൽ പുതുക്കം വേണ്ടി വന്നത്. 2, സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മുഴുവനും പുതിയതായിരുന്നു. പ്രയാണ മാർഗത്തിൽ എവിടെയോ പിഴച്ച് മനുഷ്യൻ പഴയതായി പോയി, അതുകൊണ്ടാണ് വീണ്ടും ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. ഈ 2 പ്രസ്താവനകളിൽ നിങ്ങൾ ഏതിനോട് യോജിക്കും? ഉറക്കെ പറയണം. ഞാൻ പ്രസംഗം ഇപ്പോഴേ മതിയാക്കി വീട്ടിൽ പോകും. 2-ാമത്തേതിനോട് നിങ്ങൾ യോജിക്കുന്നു. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടെങ്കിലും മിണ്ടുന്നില്ല. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവനയോട് അച്ഛനും യോജിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ മുഴുവനും പുതിയതായിരുന്നു. പ്രയാണ മാർഗത്തിൽ എവിടെയോ അവൻ പിഴച്ചുപോയിട്ട് പഴയതായതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഒരു പുതുക്കം വേണ്ടി വന്നത്. ആമേൻ. ദൈവം സൃഷ്ടിച്ചതെല്ലാം പുതിയതായിട്ടാണ് സൃഷ്ടിച്ചത്. പഴയതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ പുതിയതായിരുന്നു. സൃഷ്ടിക്കപ്പെട്ട സമയത്ത് മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. സൃഷ്ടിക്കപ്പെട്ട സമയത്തെ മനുഷ്യന്റെ അവസ്ഥ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് വരച്ചു വച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ എങ്ങനെ ഇരുന്നു, എന്തായിരുന്നു അവൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസ്? ഒന്ന് ശ്രദ്ധിക്കുക. 8-ാമത്തെ സങ്കീർത്തനം 3, 4, 5 തിരുവചനങ്ങളിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ അവൻ എന്തായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കുക. 8-ാമത്തെ സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങളിൽ സങ്കീർത്തകൻ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ. ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കാൻ അവന് എന്തുള്ളൂ? ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിപ്പാൻ അവന് എന്തുമാത്രം? കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു വെച്ചിട്ട് സങ്കീർത്തകൻ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് 5-ാമത്തെ വാക്യത്തിൽ. നീ അവനെ, മർത്യനെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നീ മനുഷ്യനെ, ദൈവമേ, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. എന്ന് വെച്ചാൽ മനുഷ്യൻ എത്രത്തോളം ഉണ്ടായിരുന്നു സൃഷ്ടിക്കപ്പെട്ടപ്പോൾ? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെ എന്ന് വെച്ചാൽ അത് എന്തോരം വരും? അതറിയാൻ എന്താണ് ഒരു മാർഗം? ഒരു കുട്ടിയെ വിളിച്ച് മുൻപിൽ നിർത്തിയിട്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തുകയാണ്. ഈ കുട്ടിക്ക് ഇവൻ്റെ അപ്പനേക്കാൾ 25 വയസ്സ് പ്രായം കുറവാണ്. അപ്പോൾ കുട്ടിയുടെ പ്രായമറിയാൻ എന്താണ് മാർഗം? കണക്ക് പഠിച്ചിട്ടുള്ളവർ ഉത്തരം പെട്ടെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടിയെ വിളിച്ച് മുൻപിൽ നിർത്തിയിട്ട് ഈ പ്രസ്താവന നടത്തി, ഈ കുട്ടിക്ക് ഇവൻ്റെ അപ്പനേക്കാൾ 25 വയസ്സ് പ്രായം കുറവാണ് എങ്കിൽ കുട്ടിയുടെ പ്രായം അറിയാൻ എന്താണ് സൂത്രവാക്യം? ഇനി നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അച്ഛൻ പറയാം. ആദ്യം കുട്ടിയുടെ അപ്പൻ്റെ പ്രായം അറിയുക. -25 സമം കുട്ടിയുടെ പ്രായം. ആർക്കും മനസ്സിലാകുന്ന ഒരു എളുപ്പമുള്ള കണക്കാണ്. അപ്പൻ്റെ പ്രായം കണ്ടെത്തുക, 25 കുറയ്ക്കുക, മകൻ്റെ പ്രായം കിട്ടും. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയായിരുന്നു. അപ്പോൾ എന്തോരം വരും? അറിയാൻ എന്താണ് മാർഗം? ആദ്യം ദൈവം എന്തോരം ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിക്കുക. മൈനസ് അല്പം സമം മനുഷ്യൻ എന്നതാണ് സൂത്രവാക്യം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തോരം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുക, അല്പം കുറയ്ക്കുക, മനുഷ്യനെ കിട്ടും. ഇനി നിങ്ങൾ പറയണം, ദൈവം എന്തോരം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പോയോ? നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്നാത്തിന് നടക്കുക? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മോശയെക്കുറിച്ച് അമ്മണിയാൻറ്റി 4 പ്രാവശ്യം പറഞ്ഞ് മോശ ദൈവത്തെ കണ്ടു എന്ന്. പക്ഷേ മുഖാമുഖം കണ്ടില്ല. മോശ കണ്ടത് ദൈവത്തിൻ്റെ പുറം ഭാഗം മാത്രമാണ്. 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ ഇരുന്നിട്ട് പിരിയാൻ നേരം മോശ പറഞ്ഞു, ദൈവമേ, ഇത്രത്തോളം ഞാൻ തിരുസന്നിധിയിൽ ഇരുന്നെങ്കിലും ഞാൻ നിന്നെ കണ്ടില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, മോശേ വേണ്ട, അത് സാഹസമാണ്. ഇല്ല, എനിക്ക് നിന്നെ കാണണം. ദൈവം വീണ്ടും പറഞ്ഞു, മോശേ വേണ്ട, അത് സാഹസമാണ്. നീ എന്നെ കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കില്ല. അവനൊരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിച്ചു, ദൈവമേ, എനിക്ക് നിന്നെ കാണണം. അപ്പോൾ ദൈവം പറഞ്ഞു, മോശെ, നിർബന്ധമാണെങ്കിൽ നീ പാറയുടെ പിളർപ്പിൽ ഇറങ്ങി നിൽക്കുക, ഞാൻ കടന്നു പോകുമ്പോൾ നീ എൻ്റെ പുറം മാത്രം കാണും എന്ന്. മുഖം കാണിച്ചില്ല.
മോശ ഭ്രമിച്ചുപോയി. ദൈവത്തിന്റെ പുറം കണ്ടപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുറം മാത്രം കണ്ടപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. മുഖം കണ്ടെങ്കിലോ ദൈവമക്കളെ അചിന്തനീയമാണ്. ഈ സംഭവത്തിന് ശേഷം മോശ താഴ്വരയിൽ ഇറങ്ങി വന്ന് ജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ജനം വാവിട്ട് നിലവിളിച്ചു. മോശയുടെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. സൂര്യനിതാ ഞങ്ങളുടെ മുൻപിൽ ഉദിച്ചു നിൽക്കുകയാണ്, അയ്യോ നീ ഞങ്ങളുടെ മുൻപിൽ നിൽക്കരുത് എന്ന് നിലവിളിച്ചപ്പോ മോശ ആശങ്കാകുലനായി ദൈവത്തോട് ചോദിച്ചു, തമ്പുരാനെ ഇനി എന്ത് ചെയ്യും? ഈ ജനത്തെ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, അവരുടെ കണ്ണഞ്ചി പോകുന്നുവെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരു തുണി കൊണ്ട് നിന്റെ മുഖം മറച്ചിട്ട് നീ ജനത്തോട് സംസാരിക്കുക. ഹല്ലേലൂയ. അന്ന് മുതൽ മരണം വരെ മോശ ജനമധ്യ നിന്നത് ഒരു തൂവാല കൊണ്ട് തന്നെ മുഖം മറച്ചിട്ടാണ്. ദൈവത്തിന്റെ പുറം കണ്ടവന്റെ മുഖം കാണാൻ സാമാന്യ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ ദൈവം എന്തോരം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുറം കണ്ടവന്റെ മുഖം കാണാൻ സാമാന്യ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ ദൈവം എന്തോരും. മോശ മരിച്ചിട്ട് മനുഷ്യരാരുമല്ല അവനെ കബറടക്കിയത്, ദൈവമാണ് അവനെ കബറടക്കിയത്. ആവർത്തന പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിൽ അത് വരച്ചു വെച്ചിട്ടുണ്ട്. മോശ മരിച്ചു, കർത്താവ് അവനെ കബറടക്കി. കർത്താവ് അവനെ എവിടെ കബറടക്കി എന്ന് ലോകത്താർക്കും ഇതുവരെ അറിയില്ല. എന്തുകൊണ്ട് മോശയുടെ കബറടക്കം മനുഷ്യൻ നടത്തിയില്ല? മോശയുടെ മുഖം മൂടുവാൻ മനുഷ്യന് ത്രാണിയില്ലായിരുന്നു. മരിച്ചിട്ടും അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തെ കണ്ടു എന്ന് വേറൊരാൾ കൂടെ അവകാശപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കാണുമോ? യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം. ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യെശയ്യാവ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉയർന്നത് എന്ന് വെച്ചാൽ പൊങ്ങിയത് എന്നല്ലേ അർത്ഥം? പിന്നെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനമെന്ന് യെശയ്യാവ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ദൈവം ഉന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ വർണ്ണിച്ചത്: ഉയർന്നും പൊങ്ങിയുമുള്ള അത്യുന്നതമായ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ ആകമാനവും നിറച്ചിരുന്നു. അവന്റെ സിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. ഓരോരുത്തൻ 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, ശേഷിച്ച 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് തട്ടഹസിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നു. മാലാഖമാരുടെ സ്തുതിയുടെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി എന്നാണ് യെശയ്യാവ് കണ്ടത്. ഹല്ലേലൂയ. അവന്റെ സിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. സാറാഫ് ദൈവത്തിന്റെ മാലാഖമാരിൽ ദൈവത്തോട് ഏറ്റവും അടുത്തു നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖാവൃന്ദത്തിന്റെ പേരാണ് സാറാഫുകൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാലാഖമാരുടെ ഗണത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ പേരാണ് സാറാഫുകൾ. സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിധാരി എന്നാണ്. ഹല്ലേലൂയ. അഗ്നിധാരി എന്ന് വെച്ചാൽ തീക്കുപ്പായമിട്ടവൻ എന്നാണ് സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം. തീ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നവർ. ഹല്ലേലൂയ. അവരെയാണ് സാറാഫുകൾ അല്ലെങ്കിൽ സുറപ്പേ മാലാഖമാരെന്ന് വിളിക്കുന്നത്. ഇവരെ കുറിച്ചാണ് നാം ഇങ്ങനെ പാടുന്നത് ആരാധന പൂർത്തിയാക്കുമ്പോൾ: അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടുത്തോർ, മിന്നൽ എടുത്തോർ നോക്കിയാ ചില ഗായക സംഘം ഭംഗിയായിട്ട് പാടുന്നത്, തെറ്റാണത്. ആരെ മിന്നലുടുത്തോർ നോക്കുകയിലെരിയുന്നുടനെ, അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. ഹല്ലേലൂയ. മിന്നൽ ഉടുത്തവർ, തീക്കുപ്പായമിട്ടവർ, അവരാണ് സാറാഫുകൾ. തീ കൊണ്ടുള്ള ഉടുപ്പാണ് അവർ ഇട്ടിരിക്കുന്നത്. ഈ മാലാഖമാരെ യെശയ്യാവ് കണ്ടപ്പോൾ ഓരോ മാലാഖയ്ക്കും 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. എന്തിനാണ് ചിറക് 6 പറക്കാനാണെങ്കിൽ 2 മതിയല്ലോ. 6 ചിറക് അപകടമാകില്ലേ? അവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട്
കാലുമൂടി ശേഷിച്ച് 2 കൊണ്ട് പറന്നു. അവരിട്ടിരിക്കുന്ന തീക്കുപ്പായം കഴുത്ത് മുതൽ പാദം വരെ ഉണ്ട്. പക്ഷെ മുഖം ഈ കുപ്പായം കൊണ്ട് മറച്ചിട്ടില്ല, കാൽപാദം ഈ കുപ്പായം കൊണ്ട് മറച്ചിട്ടില്ല. അതുകൊണ്ടാണ് 2 ചിറക് കൊണ്ട് മുഖവും 2 ചിറക് കൊണ്ട് കാലും അവർ മൂടിയത്. യെശയ്യാവ് കണ്ട ദർശനമാണ് സ്രാപ്പികളെ കണ്ട് ഏശായ എന്ന ഗാനത്തിൽ പിതാക്കന്മാർ മനോഹരമായി വരച്ചു വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് കാലും മുഖവും മൂടിയത്? അതിനൊരു കാരണമുണ്ട്. ദൈവമോ ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നി അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നി അത്രേ. അവന്റെ പുറം കണ്ട മോശയുടെ മുഖം കാണാൻ സാമാന്യ മനുഷ്യന് കഴിയാത്തതുപോലെ മഹാ അഗ്നി അത്രേ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അരികിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ തേജസ്സിൽ മാലാഖമാർക്ക് കത്തുപിടിച്ചവർ കരിഞ്ഞു പോകാതിരിപ്പാൻ തീ കൊണ്ടുള്ള ഉടുപ്പാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ മുഖത്തീ വസ്ത്രത്തിന് മറവിടമില്ലാത്തത് കൊണ്ട് 2 ചിറക് കൊണ്ടവർ മുഖം മറച്ചു പിടിച്ചു. കാൽപാദം ഈ വസ്ത്രം കൊണ്ട് മൂടിയിട്ടില്ലാത്തത് കൊണ്ട് 2 ചിറക് കൊണ്ടവർ കാൽപാദം മറച്ചു പിടിച്ചു. എരിയായിവാൻ നിൻ ജ്വാലയതിൽ മുഖം അവർ മൂടുന്ന ഇരുചിറകാലെ കാലുകളും എന്നാണ് ആ ഗാനത്തിൽ പിതാക്കന്മാർ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. ദൈവം ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നിയാണ്. എങ്കിൽ അത് എത്രത്തോളം വരും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിന്റെ പ്രകാശം. ഹല്ലേലൂയ. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിന്റെ പ്രകാശം. ഒരു സൂര്യൻ ആകാശത്തുണ്ട്, നമുക്കറിയാം. ഒരു സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കവയ്യാത്തതാണ്. എങ്കിലൊന്നോർത്തെ, ഒരു 10 സൂര്യൻ ഒരുമിച്ചങ്ങ് ഉദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അചിന്തനീയം. ഒരു 100 സൂര്യൻ ഉദിച്ചാൽ കൂട്ടിയാൽ കൂടില്ല. 1000 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാൽ നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ദൈവമക്കളെ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 10,000 മധ്യാഹ്ന സൂര്യന്റെ തേജസ് അത്യുന്നതനായ ദൈവത്തിനുണ്ടായിരുന്നുവെങ്കിൽ അല്പം മാത്രം താഴെ 99,999 മധ്യാഹ്ന സൂര്യന്റെ തേജസ് ദൈവം സൃഷ്ടിച്ച മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദിമ മനുഷ്യൻ അത്രത്തോളം ഉണ്ടായിരുന്നു. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവൻ പുതിയതായിരുന്നു. ദൈവമക്കളെ, തേജസ്സും ബഹുമാനവും ഉള്ളവനായിരുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയായിരുന്നു അവന്റെ പൊസിഷൻ. എന്നിട്ട് ഈ ഇരിക്കുന്ന മനുഷ്യർക്കൊന്നും അത്രയും തേജസ്സില്ലല്ലോ. എന്തു പറ്റിയിരിക്കുന്നു? ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അത്ഭുതകരമായിട്ടാണ്. 6 നാളുകൾ കൊണ്ട് സൃഷ്ടി നടത്തിയ ദൈവം ഉളവാകട്ടെ 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 എന്ന ശബ്ദത്താൽ, വചനത്താൽ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൗരയൂഥങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സമുദ്രങ്ങളെയും മത്സ്യജാലങ്ങളെയും ഉളവാക്കി. മനുഷ്യൻ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യൻ ഉളവാകുമായിരുന്നു. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വചനം ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. പിന്നെയോ ദൈവം ഏദൻ തോട്ടത്തിലെ മണ്ണ് തൻ്റെ കയ്യിലിട്ട് അത് കുഴച്ച് പശിമയുള്ളതാക്കി മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഒരു ശില്പി ശില്പം മനയുന്ന ശില്പചാതുര്യത്തോടെ തൻ്റെ മനോഗീതത്തിനനുസരിച്ച് തൻ്റെ രൂപത്തിലും തൻ്റെ ഛായയിലും ദൈവം മനുഷ്യനെ തൻ്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ വിരൽ കൊണ്ട് കുഷ്ഠരോഗിയെ ഒരു പ്രാവശ്യം തൊട്ടപ്പോൾ ചിതൽപുറ്റുപോലെ ശരീരം മുഴുവൻ വടുക്കൾ നിറയെ പുഴുക്കളുമായി നിന്ന കുഷ്ഠരോഗി ക്ഷണത്തിൽ സുഖപ്പെട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിർമ്മലനായി. ഹല്ലേലൂയ. അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറിത്തിറയ്ക്കുന്ന കരമാണ് അവന്റെ കരം. ആമേൻ. അവൻ കൈ പൊക്കിയപ്പോൾ കാറ്റും കടലും അമർച്ച ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. അവൻ കൈ വീശുമ്പോൾ സൗരയൂഥങ്ങൾ നിയന്ത്രിക്കപ്പെടും. ആമേൻ. അവൻ പാദം ചവിട്ടിയപ്പോൾ വെള്ളം ഉറച്ചു നിന്നു. അവൻ വെള്ളത്തിന്റെ മീതെ കൂടെ നടന്നു വന്നു. അത്ഭുതങ്ങളുടെ ദൈവമാണവൻ. അവന്റെ വിരൽ തുമ്പിൽ നിന്ന് പുറപ്പെടുന്നത് അഗ്നിസ്ഫുലിംഗങ്ങളാണ്. ആമേൻ. ഇന്നും കർത്താവ് ഒരാളെ തൊട്ടാൽ ഇടിമിന്നലിൽ നിന്ന് വരുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതായ രശ്മികൾ ആ ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. യേശു ഒരാളെ തൊട്ടാൽ, ആ ആൾ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ ആ ആളെ ട്രീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ആധുനികമായി മെഡിക്കൽ സയൻസ് ഉപയോഗിക്കുന്നത് റേഡിയേഷൻ തെറാപ്പിയാണ്. പ്രിയപ്പെട്ടവരെ, റേഡിയേഷൻ തെറാപ്പിയിലൂടെ ക്യാൻസർ സെൽസിനെ കൊല്ലുകയാണ്. എന്നാൽ യേശുവിന്റെ വിരൽ ഒരാളെ തൊട്ടാൽ
ഒരു 10,000 റേഡിയേഷനിൽ സംഭവിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇയാളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗകോശങ്ങളും കൊല്ലപ്പെടും. ഹല്ലേലൂയ. യേശു തൊട്ടാൽ ഇന്നും അത് സംഭവിക്കും. അവന്റെ കരം അത്ഭുതങ്ങളുടെ കരമാണ് പ്രിയപ്പെട്ടവരെ. അത് അഗ്നിസ്ഫുലിംഗങ്ങൾ പറക്കുന്ന കരമാണ്. ആ കരം കൊണ്ടാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തത്. അവിടെ തന്നെ മനുഷ്യനൊരു അത്ഭുതമാണ്. തൻ്റെ കൈകൊണ്ട് ദൈവം മെനഞ്ഞെടുത്ത കളിമൺ പ്രതിമ ഏദൻ തോട്ടത്തിലെ പച്ചപ്പുറത്ത് അങ്ങനെ നിർനിമേഷമായി കിടക്കുകയാണ്. സ്രഷ്ടാവായ ദൈവമോ ഈ സൃഷ്ടിയാകുന്ന കളിമൺ പ്രതിമയുടെ മുൻപിൽ മുട്ടുമടക്കി അവനോടുള്ള ബഹുമാനം കൊണ്ടോ അവൻ്റെ മുമ്പിലുള്ള വിനയപ്പെടൽ കൊണ്ടോ അല്ല, അവനെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് എന്നിട്ട് ദൈവം അവൻ്റെ മുമ്പിലേക്ക് കുനിഞ്ഞു ചെന്നു. തൻ്റെ അന്തരാത്മാവിൽ നിന്ന് പ്രാണൻ വലിച്ചെടുത്ത് അവൻ്റെ അന്തരാത്മാവിലേക്ക് തമ്പുരാൻ ഊതിക്കയറ്റി. ഹല്ലേലൂയ. ലോകത്തൊരു സൃഷ്ടിക്കും ഇതുവരെ സിദ്ധിച്ചിട്ടില്ലാത്ത അവർണ്ണനീയമായ സൗഭാഗ്യമാണ് മനുഷ്യന് ദൈവം നൽകിയത്. ദൈവം തൻ്റെ അധരം അവൻ്റെ മൂക്കോട് ചേർത്ത് വെച്ചിട്ട് തൻ്റെ അന്തരാത്മാവിൽ നിന്ന് സ്വാംശീകരിച്ച പ്രാണൻ അവൻ്റെ അന്തരാത്മാവിലേക്ക് ഊതിക്കയറ്റി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ലോകത്ത് വേറൊരു സൃഷ്ടിയുടെ മേലും ദൈവത്തിന്റെ വിരൽ തൊട്ടിട്ടില്ല. വേറൊരു സൃഷ്ടിയുടെ മേലും ദൈവത്തിന്റെ ചൂടടയാളം പതിപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ കരത്താൽ മനയപ്പെട്ടവനാണ് മനുഷ്യൻ. സൃഷ്ടിച്ച നാളിൽ ദൈവം അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. പ്രിയപ്പെട്ടവരെ, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുതിയതായിരുന്നു, ഒരുപാട് മനോഹരമായിരുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയായിരുന്നു. എന്ന് വെച്ചാൽ മാലാഖമാർക്ക് പോലും ഈ മനുഷ്യനെ കുറിച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകുമായിരുന്നു എന്ന്. മനുഷ്യനെ ദൈവം അതുപോലെ സ്നേഹിച്ചു. ദൈവമക്കളെ, ഇങ്ങനൊരു പാട്ട് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് പാടാറുണ്ട്, പക്ഷേ അർത്ഥമറിയാമോ? ദൈവം സൃഷ്ടിച്ചാദത്തെ സ്രഷ്ടാവോടു തുല്യം സൃഷ്ടിയായി മൺമയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും നതു കാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറുന്നീറന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം. ഹല്ലേലൂയ. ഈ പാട്ട് എല്ലാവർക്കും മനപ്പാഠം അറിയാം, പാടുകയും ചെയ്തു. അർത്ഥമറിയാമോ? ദൈവം ആദത്തെ സൃഷ്ടിച്ചു. സ്രഷ്ടാവും സൃഷ്ടിയും ഒരുപോലെ ഇരുന്നു. ഹല്ലേലൂയ. സ്രഷ്ടാവോട് തുല്യം സൃഷ്ടി. സ്രഷ്ടാവും സൃഷ്ടിയും കാഴ്ചയിൽ ഒരുപോലെ ഇരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. തേജസ്സോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന തേജസ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഈ സൃഷ്ടിക്കപ്പെട്ട തേജസ്സുള്ള മനുഷ്യൻ ഉദ്യാനത്തിൽ, പൂന്തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ തരിനിരകൾക്കിടയിലൂടെ, വൃക്ഷലതാദികൾക്കിടയിലൂടെ പോകുന്നതും വരുന്നതും കാണാനുള്ള കൗതുകത്താൽ പിച്ച നടക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ പിന്നാലെ ഇങ്ങനെ കൈ ചരിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്ന അമ്മയെപ്പോലെ ഏദൻ തോട്ടത്തിൽ വൃക്ഷലതാദികൾക്കിടയിലൂടെ നടക്കുന്ന മനുഷ്യനെ കണ്ട് വാത്സല്യം വഴിഞ്ഞൊഴുകിയിട്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവം താഴേക്ക് മനുഷ്യനെ തന്നെ കുനിഞ്ഞ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഈറേ മാലാഖമാർ ആശ്ചര്യപ്പെട്ടു. ഈ മണ്ണിന്റെ ഉയർച്ച കണ്ടിട്ടെന്നാണ് ആ പാട്ടിന്റെ അർത്ഥം. ഹല്ലേലൂയ. ആദ്യം പാടിയ പാട്ടിൽ വേറൊരു വരിയുണ്ടല്ലോ. എങ്ങനെ? അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു എന്ന് പാടി വരുമ്പോ, വനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യസുതരോടാക്രൂപേമാർക്കുണ്ടതു നൂനം. ദൈവമക്കളെ, വാനവരായ മാലാഖമാരുടെ ഇടയിൽ അസൂയ എന്നൊരു ദോഷം ഇല്ല. അങ്ങനൊരു ദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യരോട് അവർക്ക് അസൂയയുണ്ട് എന്നാണ് പാടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രതാപിയായിരുന്നു സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. പുതിയതായിരുന്നു, പുതിയതായിരുന്നു, പുതിയതായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? എപ്പോ പഴയതായി? എങ്ങനെ പഴയതായി? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിൽ പാർപ്പിച്ച നാളിൽ അവരോട് കൽപ്പിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. യെസ്, ഈ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവമക്കളെ, ദൈവം ഇത് പറഞ്ഞ് ഏദനിൽ അവരെ പാർപ്പിച്ചും വെച്ചിട്ട് കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വൃക്ഷഫലത്തെക്കുറിച്ച് സംസാരിപ്പാൻ പാമ്പ് വന്നത് നമുക്കറിയാം. പാമ്പും ഹവ്വയും തമ്മിലുള്ള സംഭാഷണത്തിൽ വലിയ ചില കുഴപ്പങ്ങൾ ഉണ്ടായി. പാമ്പ് ചെയ്ത പണി എന്താണെന്നറിയാമോ?
ഈ വൃക്ഷഫലത്തെക്കുറിച്ച്, അത് തിന്നാലുള്ള അനന്തരഫലത്തെക്കുറിച്ച് ഈ സ്ത്രീയുടെ മനസ്സിൽ സംശയമെന്ന വിഷം കുത്തിവെച്ചു. സാത്താൻ എപ്പോഴും ചെയ്യുന്ന ഒരു തന്ത്രമാണിത്, സംശയം കുത്തിവെക്കുക. ഒരാളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് കുടുങ്ങിയാൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അന്വേഷിച്ച് പോകും. ആ പോക്ക് മിക്കവാറും വലിയ കുഴിയിലാണ് ചെന്ന് അവസാനിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഒരാളുടെ തലയിൽ സംശയത്തിന്റെ വിഷവിത്ത് വിതയ്ക്കുക. ഈ പാമ്പ് ചെയ്ത പണി, ഈ വൃക്ഷഫലം തിന്നാൽ പെണ്ണെ നീ മരിക്കില്ലെന്ന് മാത്രമല്ല, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. യെസ്, നീ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി സ്വാർത്ഥനായ ദൈവം നിങ്ങളിത് തിന്ന് ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിന് കള്ളം പറഞ്ഞതാണ്, തിന്നരുതെന്ന്, മരിച്ചു പോകുമെന്ന്, മരിക്കയില്ല എന്ന് അവിടെ പ്രസ്താവിച്ചു. ഈ സ്ത്രീക്കാകെ ആശയക്കുഴപ്പമായി. ഇപ്പൊ പാമ്പ് പറയുന്നതാണോ സത്യം, ദൈവം പറയുന്നതാണോ സത്യം? ദൈവം പറയുന്നു തിന്നരുത്, തിന്നാൽ മരിക്കും. പാമ്പ് പറയുന്നു തിന്നാം, മരിക്കില്ല, മാത്രമല്ല ദൈവത്തെ പോലെയാകും. തിന്നണോ വേണ്ടയോ, തിന്നണോ വേണ്ടയോ എന്ന ഹൗവ ആലോചനയിലായി. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ ദൈവത്തെ സംശയിച്ചു ഹൗവ, ദൈവത്തിന്റെ വാക്ക് സംശയിച്ചു ഹൗവ. അപ്പോൾ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തെ സംശയിച്ചു, ദൈവത്തിന്റെ കൽപ്പന സംശയിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. പാമ്പിന്റെ വാക്ക് വിശ്വസിച്ചു, പാമ്പിനെ വിശ്വസിച്ചു, പാമ്പ് പറഞ്ഞത് വിശ്വസിച്ചു. ദൈവമക്കളെ, സംശയം ഒരു മനുഷ്യനെ കുഴപ്പത്തിലാക്കും. ദൈവത്തെ പോലെ ആകാമെന്ന വ്യാമോഹമാണ് ഹൗവ പഴം പറിച്ചു തിന്നാൻ കാരണം. വിശന്നിട്ടല്ല, കാരണം ഇഷ്ടം പോലെ പഴം ആ തോട്ടത്തിൽ വേറെയുണ്ട്. രുചിയോ മണമോ ഓർത്തിട്ടാകാൻ തരമില്ല ദൈവമക്കളെ, കാരണം വളരെ രുചികരമായ ഒരുപാട് പഴങ്ങൾ ആ തോട്ടത്തിലുണ്ട്. ദൈവത്തെ പോലെ ആകാനുള്ള വ്യാമോഹമാണ് ഈ സ്ത്രീ പഴം പറിച്ചു തിന്നാൻ കാരണം. തിന്നു, പക്ഷെ ദൈവത്തെ പോലെ ആയോ? കേട്ടില്ല. ആയില്ലെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്നതെല്ലാം പോയില്ലേ. ആ പഴം തിന്ന മാത്രയിൽ ദൈവം ധരിപ്പിച്ച തേജസ് നഷ്ടപ്പെട്ടു, മഹത്വം നഷ്ടപ്പെട്ടു, രാജത്വം നഷ്ടപ്പെട്ടു, പൗരോഹിത്യം നഷ്ടപ്പെട്ടു, ഏദൻ പർദീസ നഷ്ടപ്പെട്ടു, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ നഷ്ടങ്ങളുടെ പരമ്പരയാണ് ദൈവകൽപ്പനയുടെ ലംഘനം മൂലം സംഭവിച്ചത്. അങ്ങനെ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ചുരുക്കത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകറ്റപ്പെട്ടു. ഹല്ലേലൂയ. ദൈവബന്ധം നഷ്ടപ്പെട്ടു, ദൈവ കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവത്തോടു കൂടെയുള്ള സഞ്ചാരം നഷ്ടപ്പെട്ടു, ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെട്ടു, ദൈവം കൊടുത്ത ബഹുമാനം നഷ്ടപ്പെട്ടു, ദൈവം കൊടുത്ത പാർപ്പിടം ഏദൻ പർദീസ നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ ഒരു വലിയ സമ്പാദ്യമാണ് ഈ പാപം ചെയ്തപ്പോൾ മനുഷ്യനുണ്ടായത്. ഇപ്രകാരം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഏദനിൽ നിന്ന് പുറത്തുപോയ മനുഷ്യൻ ദൈവബന്ധത്തിൽ നിന്നാണ് പുറത്തുപോയത്. ഹല്ലേലൂയ. ഈ മനുഷ്യന് നഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലിയ നഷ്ടം ഏദൻ പർദീസ നഷ്ടപ്പെട്ടതല്ല, ദൈവത്തെ നഷ്ടപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തെ നഷ്ടപ്പെടാനുള്ള കാരണമോ മനുഷ്യൻ ചെയ്ത പാപമാണ്. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് എല്ലാ നഷ്ടങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ പാപമാണ്. ആമേൻ. എല്ലാ നഷ്ടങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ പാപമാണ്. ഹല്ലേലൂയ. പിന്നെ മനുഷ്യന് കഷ്ടമാണ്, പിന്നെ മനുഷ്യന് നഷ്ടങ്ങളുടെ പരമ്പരയാണ്. ഇപ്രകാരം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദൈവമക്കളെ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവബന്ധം പിരിഞ്ഞ മനുഷ്യനാണ് ഭൂമിയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടത്. ഈ മനുഷ്യർക്കാണ് പിന്നെ മക്കൾ ഉണ്ടായത്. ദൈവത്തെ നഷ്ടപ്പെട്ട, ദൈവ തേജസ് നഷ്ടപ്പെട്ടവർക്കാണ് മക്കൾ ഉണ്ടായത്. അവരുടെ മക്കളാണ് ഈ ഭൂമി നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നഷ്ടപ്പെട്ട, ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരാൾക്ക് മക്കൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന മക്കൾക്ക് ദൈവം ഉണ്ടാവോ? ദൈവബന്ധം ഉണ്ടാവോ? ഇല്ല. അതൊരു സത്യമാണ്, ഒരു തത്വമാണ്. 10 ഗുണം 10 എന്ന തത്വം. പ്രിയപ്പെട്ടവരെ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ പാപിക്ക് ജനിച്ച മകൻ പാപിയാണ്, ജീവനില്ലാത്തവന് ജനിച്ച മകൻ ജീവനില്ല, ദൈവമില്ലാത്തവന് ജനിച്ച മകന് ദൈവമില്ല. ദൈവമക്കളെ, അവർക്ക് പിന്നെയും മക്കൾ പിറന്നു. അങ്ങനെ മക്കൾ തലമുറകളായി ലോകം നിറഞ്ഞു. പക്ഷെ ഇവർക്കാർക്കും ദൈവത്തോട് ബന്ധമില്ല. ഇവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അന്യരാണ്.
ദൈവ കൂട്ടായ്മയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. ഇപ്രകാരം ദൈവബന്ധം നഷ്ടപ്പെട്ട ജനതയെ നോക്കിയാണ് വേദപുസ്തകം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോകം പാപികളെ കൊണ്ട് നിറഞ്ഞു, നീതിമാന്മാർ ആരുമില്ല. ലോകം മുഴുവനും പാപികളെ കൊണ്ട് നിറഞ്ഞു, ആർക്കും ദൈവബന്ധമില്ല. ലോകം മുഴുവൻ പാപികളെ കൊണ്ട് നിറഞ്ഞു, ആർക്കും ദൈവീക ജീവനുമില്ല. എല്ലാം പാപമയം. ഈ മനുഷ്യൻ വീണ്ടും ജീവിക്കണം. ഹല്ലേലൂയാ. ഈ പാപിയായ മനുഷ്യൻ വീണ്ടും ജീവിക്കണം. അവൻ ദൈവത്തിൽ ഒന്നായിത്തീരണം. ഹല്ലേലൂയാ. നഷ്ടപ്പെട്ട പ്രതീക്ഷയിൽ അവൻ തിരികെ എത്തണം. ദൈവ കൂട്ടായ്മയിൽ അവൻ തിരികെ എത്തണം. ദൈവബന്ധത്തിൽ അവൻ തിരികെ എത്തണം. ഹല്ലേലൂയാ. ദൈവത്തിൽ മനുഷ്യൻ വീണ്ടും ഒന്നാകണം. അവൻ ആയിരുന്ന അവസ്ഥയിലേക്ക് അവൻ മടങ്ങിയെത്തണം. ഹല്ലേലൂയാ. അതിനെന്താണ് മാർഗം? ദൈവമക്കളെ, ആളുകൾ ചിലരെ നനച്ചു വച്ചിരിക്കുന്നത്, ഞാൻ കുറെ തീർത്ഥാടനങ്ങൾ നടത്തിയാൽ ഞാൻ ദൈവബന്ധത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ്. തെറ്റാണ്. വേറെ ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ കുറെ ദാനധർമ്മങ്ങൾ നടത്തിയാൽ എൻ്റെ പാപത്തിന് പരിഹാരം വന്നിട്ട് ഞാൻ ദൈവസന്നിധിയിൽ തിരിച്ചെത്തുമാണ്. നോ, സാധിക്കില്ല. വേറെ ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, കുറെ പുണ്യകർമ്മങ്ങൾ ഞാൻ ചെയ്താൽ എൻ്റെ പാപത്തിന് പരിഹാരം വന്നിട്ട് ഞാൻ ദൈവസന്നിധിയിൽ തിരികെ ചെല്ലുമെന്നാണ്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനും സ്വന്തം പ്രയത്നത്താൽ പാപപരിഹാരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ തിരികെ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയാ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞതാണെങ്കിൽ തെളിയിക്കും. ദൈവമക്കളെ, ഒരു മനുഷ്യനും സ്വന്തം പരിശ്രമത്താൽ പാപപരിഹാരം നേടി ദൈവബന്ധത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് കഴിയില്ല. ഇനി അതിൻ്റെ ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ അബദ്ധം പറ്റി ചേറ് നിറഞ്ഞ ഒരു കുഴിയിലേക്ക് വീണു. ചേറുകുഴി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചതുപ്പ്. ഈ കുഴിയുടെ പ്രത്യേകത 40 മീറ്റർ ആഴത്തിൽ വരെ ചേറാണ്. താണുപോകും. ഈ മനുഷ്യൻ ഈ കുഴിയിലേക്ക് വീണ വീഴ്ചയുടെ ആഘാതത്തിൽ മുട്ടപ്പൻ ചെളിയിൽ അയാൾ താണുപോയി. ഈ മനുഷ്യൻ കൈ നീട്ടിയിട്ട് ഉറപ്പുള്ള ഒരു സ്ഥലത്തും അയാളുടെ കൈ പിടിക്കാൻ എത്തുന്നില്ല. ഇയാൾ ഈ കുഴിയുടെ ഒത്ത നടുവിൽ നിൽക്കുകയാണ്. പതുക്കെ താണുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഇയാൾക്ക് ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? കേട്ടില്ല, നിങ്ങളൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ്. ഇയാൾക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ദൈവമക്കളെ, ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയൂ? അവിടെ നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിക്കണം. എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കണം. പക്ഷെ നിലവിളിക്കണമെങ്കിൽ ഒരു സംഗതി കയ്യിൽ വേണം. എന്താണെന്നറിയോ? വിനയപ്പെടാനുള്ള മനസ്സ്. മറ്റൊരാളുടെ സഹായം ചോദിക്കണമെങ്കിൽ ഞാൻ ഇത്തിരി ചെറുതാകണം. എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ഒരാളോട് പറയണമെങ്കിൽ അയാളുടെ മുമ്പിൽ ഞാൻ അല്പം ചെറുതാകണം. പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു തകരാറെന്താ? ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത്, വേറെ ആരും. എനിക്കാരുടെ സഹായം വേണ്ട. എന്നെ ആരും തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. എന്നെ ആരും ഉപദേശം നന്നാക്കാമെന്ന് വിചാരിക്കണ്ട. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയലോഗുകൾ എല്ലാ ദിവസവും പറയുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ? പോയോ എല്ലാവരും? ഇല്ലല്ലേ? നന്നായി. ദൈവമക്കളെ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്കാരുടെ സഹായം വേണ്ട എന്നൊക്കെ അഹങ്കാരത്തോട് പറയുന്ന ഒരാൾക്ക് പരസഹായത്തിന് വേണ്ടി നിലവിളിക്കാൻ പറ്റുമോ? പറ. ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? തന്നെത്താനൊന്ന് ശ്രമിച്ചു നോക്കാം. കുഴിയെന്ന് കരകയറണ്ടേ? ശ്രമിച്ചു നോക്കാം. അവിടെ ഒരു വേര് കാണുന്നുണ്ട്. എത്തിപ്പിടിച്ചാൽ തൂങ്ങി അങ്ങ് കയറാം. ഈ മനുഷ്യനൊന്ന് ആയം പിടിച്ച് നിന്നിട്ട് ഒന്നങ്ങോട്ട് ആഞ്ഞു കുതിച്ചു. പക്ഷേ ആ വേരിൻ്റെ അയലത്ത് പോലും കൈയെത്തിയില്ല. ഇപ്പോഴെന്താ സംഭവിച്ചെന്നറിയാമോ? മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്നപ്പോ ഇയാൾ മുട്ടപ്പം ചെളിയുന്ന അരയ്ക്കൊപ്പം ചെളിയിലോട്ട് അങ്ങ് താണുപോയി. ഈ റിയാക്ഷൻ. ഇനി രക്ഷയുണ്ടോ? രക്ഷ ഇപ്പോഴും ഉണ്ട്. നിലവിളിച്ചാൽ മതി. പക്ഷെ അഹങ്കാരം സമ്മതിക്കുന്നില്ല.
അതുകൊണ്ട് അയാൾ ഒന്നുകൂടെ കുതിച്ചു നോക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് ഒന്നുകൂടെ ശ്രമിച്ചു. മുട്ടപ്പൻ ചെളിയിൽ നിന്ന് ആഞ്ഞ് മുന്നേറിയിട്ട് പിടുത്തം കിട്ടാത്ത വേരേല് അരയ്ക്കൊപ്പം ചെളിയിൽ നിന്ന് എത്ര ആഞ്ഞാലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അഹങ്കാരം സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നോടെ ശ്രമിച്ചു നോക്കി, നെഞ്ചൊപ്പം ചെളിയിൽ താണുപോയി. ഇനി രക്ഷയുണ്ടോ? ഇല്ലെന്ന്. ഇനിയും രക്ഷയുണ്ട്. ഇതാ നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം. അവസാനത്തെ ശ്വാസം വരെ പരിശ്രമിക്കണം. നമ്മുടെ ആൾക്കാരെ എന്തെങ്കിലും ഒരു കുഞ്ഞ് പരാജയം, പരീക്ഷയ്ക്ക് തോറ്റു എന്നാൽ പിന്നെ തൂങ്ങിച്ചത്തേക്കാം. ദൈവമക്കളെ, എന്തോരം ചാൻസാ മുമ്പിൽ കിടക്കുന്നത്, അതൊക്കെ ഒന്ന് വിനിയോഗിക്ക്. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെയല്ല. ബിസിനസ് പരാജയപ്പെട്ടു, 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, എൻ്റെ കയ്യിലില്ല, എന്നാൽ വണ്ടിക്ക് തല വെച്ചേക്കാം. ഇതൊക്കെ വളരെ തെറ്റായ ചിന്താഗതിയാണ്. നീക്കുപോക്കില്ലാത്തത് ഒന്നുമില്ല മുമ്പിൽ. ഹല്ലേലൂയാ. ഒന്ന് താഴാനും നിലവിളിക്കാനും ദൈവത്തോട് സഹായം ചോദിക്കാനും മനസ്സുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തവർ ആരും അത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അഹങ്കാരം സമ്മതിക്കാത്തത് കൊണ്ടും സ്വന്തം ബുദ്ധി അവരെ നയിച്ചത് കൊണ്ടും ദൈവസന്നിധിയിൽ താഴാൻ മനസ്സില്ലാത്തത് കൊണ്ടും ഒക്കെയാ പലരും തന്നെത്താൻ കൊന്നുകളഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരൊക്കെയോ എന്നവനെ ഇന്നോ നാളെയോ പരിപാടി തീർത്തേക്കാന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു മ്ലാനത. ദൈവമക്കളെ, ഇപ്പൊ ആരുടെയും കൈ കാശില്ലെന്നേ, കാശ് മുഴുവൻ മേടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ആരുടെയും കൈ കാശില്ല. ഇപ്പോൾ കേരളത്തിൽ ആരും ജീവിക്കുന്നില്ല. കച്ചവടക്കാരൊക്കെ പറയുന്നത് കടയിൽ വെച്ച സാധനം മൊത്തം അവിടെ ഇരിക്കുക, ആരും മേടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വാഴക്കൊല എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ വാഴക്കൊലയും കൊണ്ടങ്ങ് വരരുത്, എനിക്ക് അച്ഛനെ കൊല്ലേണ്ടി വരും. എന്താ സംഗതി? ഇവിടെ വാഴക്കൊലകാരൻ എനിക്ക് തിരിയാൻ മേല, ആർക്കും വേണ്ട. ആഴ്ചയിൽ 150-200 കിലോ പഴം വിറ്റിരുന്ന കടയിൽ ഒരു മാസം കൊണ്ട് എനിക്ക് 100 കിലോ പഴം വിൽക്കാൻ പറ്റിയിട്ടില്ല. ആരുടെയും കൈ കാശില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരും പോയി ചാകേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമയോടെ കാത്തിരുന്ന് ദൈവത്തെ ആരാധിക്ക്, ദൈവം നീക്കുപോക്കുണ്ടാക്കി തരും. പ്രിയപ്പെട്ടവരെ, നെഞ്ചൊപ്പം ചെളിയിൽ നിന്നിട്ടും അഹങ്കാരം സമ്മതിക്കാത്തതുകൊണ്ട് അയാൾ വീണ്ടും ശ്രമിച്ചു, വീണ്ടും താണു. കഴുത്തൊപ്പം ചെളിയിലായി. അഹങ്കാരം സമ്മതിക്കാത്തതുകൊണ്ട് വീണ്ടും ശ്രമിച്ചു, വീണ്ടും താണു. ചുണ്ടുവരെ ചെളിയായി. ഇപ്പോഴും ചാൻസ് ബാക്കിയുണ്ട്. വായ ചെളി കയറിയിട്ടില്ലല്ലോ, നിലവിളിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടം വരെ ചെളിയായപ്പോഴും അഹങ്കാരം മുകളിലോട്ട് തന്നെയാണ്, താഴുന്നില്ല. ദൈവമക്കളെ, അയാൾ വീണ്ടും ഒന്നുകൂടെ കുതിച്ചു, താഴോട്ട് വന്നു. ഗ്ലും ഗ്ലും ഗ്ലും. ചെളി തിന്നുന്ന ഒച്ചയാ കേട്ടത്. ദൈവമക്കളെ, ഇനി ചാൻസ് ഇല്ല. അയാൾ ആ കുഴിയിൽ അസ്തമിച്ചു. സ്വന്തം പാപത്തിൽ നിന്ന് സ്വന്തം പരിശ്രമത്താൽ കരകയറാൻ ശ്രമിക്കുന്നവരൊക്കെ ഇതുപോലെയാണ്. ദാനധർമ്മം ചെയ്തോ, പുണ്യകർമ്മം ചെയ്തോ, തീർത്ഥയാത്ര നടത്തിയോ, അല്ലെങ്കിൽ പല കർമ്മങ്ങൾ ചെയ്തോ പാപം പരിഹരിക്കപ്പെടുമെന്ന് ആരെങ്കിലും നനയ്ക്കുന്നുണ്ടെങ്കിൽ സാധ്യമല്ല. ഹല്ലേലൂയ, സാധ്യമല്ല. ഹല്ലേലൂയ, സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുന്ന പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ആണ്ട് മൊത്തം കള്ളു കുടിക്കുക, എന്നിട്ടൊരു വഴിപാട് അങ്ങോട്ട് കഴിക്കുക, ദൈവം മാനസാന്തരപ്പെട്ടിട്ട് എല്ലാം എന്നോട് ക്ഷമിക്കുമെന്ന ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും വിചാരം. സ്നേഹിത, തെറ്റാണ്, 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 തെറ്റാണ്. നിന്റെ പരിശ്രമത്താൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, ഒരാൾ വേറൊരാളെ സഹായിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ലേ? അതിപ്പോ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ കുഴിയിൽ വീണുപോയ ഒരാളെ വേറൊരാൾ സഹായിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. എങ്കിൽ വേറൊരാളുടെ സഹായം തേടാം. അതിനിപ്പോ അച്ഛനും ഉദാഹരണം പറയാം. നീന്തൽ അറിയാൻ പാടില്ലാത്ത ഒരാള് വലിയ കയത്തിൽ വീണുപോയി. അയ്യോ, നീന്തൽ അറിയാൻ പാടില്ല, മുങ്ങിപ്പോവാണ്, വെള്ളം കുടിച്ച് ഇപ്പൊ മരിക്കും, വീർപ്പ് മുട്ടി ചാകാൻ പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോ ഈ ആളെ വല്ല വിധേനയും രക്ഷിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ദാഹം തോന്നിയത് കൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എടുത്ത കയത്തിലോട്ടങ്ങ് ചാടി. നിർഭാഗ്യാവശാൽ എനിക്കും നീന്തൽ അറിയില്ല. എന്തായിരിക്കും സംഭവിക്കുക? അയാൾ രക്ഷപ്പെടാൻ 1% സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇല്ലാതെ. എന്താ കാരണം എന്നറിയോ? നീന്തൽ അറിയാൻ പാടില്ലാത്ത 2 പേര് താഴ്ചയുള്ള വെള്ളത്തിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം അങ്ങ് ആലിംഗനം ചെയ്യും. ഇത്രയും ഗാഠമായ ആലിംഗനം ലോകത്ത് വേറെ ആരും ചെയ്യാറില്ല. പിന്നെ പറിച്ചു മുറിച്ച് മാറ്റണം 2 പേരെയും. സയാമീസ് ഇരട്ടകളെ പോലെ അവർ അങ്ങ് ഒട്ടിപ്പിടിക്കും. പ്രിയപ്പെട്ടവരെ, നീന്തലറിയാൻ പാടില്ലാത്ത ഒരാളെ, നീന്തലറിയാൻ പാടില്ലാത്ത വേറൊരാൾക്ക് ഒരു വലിയ കയത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ലെങ്കിൽ, ഒരു പാപിയെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു പാപിക്ക് കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാപിയെ തന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു പാപിക്ക് കഴിയില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക?
ദൈവമക്കളെ, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വേറെ ഒരു നിവർത്തിയുമില്ല. ഞാൻ നിങ്ങൾക്ക് ആ കാര്യത്തിൽ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയാൻ വരുന്ന സംഗതി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കണം. ഈ പള്ളിയിലെ വികാരി അച്ഛനും ഞാനും നാളുകളായിട്ട് സുഹൃത്തുക്കളാണ്. ഞാൻ അച്ഛനെ കൂട്ടി ഒരു സംഭവം പറയാൻ പോവുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. എൻ്റെ കാറയിലാണ് സഞ്ചാരം. പെട്ടെന്നൊരു 5-6 ആളുകൾ, ഒരു 10 ആളുകൾ വണ്ടി തടഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവർ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങിക്ക് ഒരു ലോക്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വളരെ സ്മാർട്ടായിട്ട് പുറത്തിറങ്ങി. ഈ ഇറങ്ങിയ പാടെ കൂട്ടത്തിൽ ലീഡർ പറഞ്ഞു, അടിച്ച് നിരപ്പാക്കടാന്ന് പറഞ്ഞു. എൻ്റെ പോന്നെ പിന്നെ സംഭവിച്ചത് പൊരിഞ്ഞ അടിയാണ്. ഞങ്ങൾ തിരിച്ച് അടിക്കുന്നുമില്ല. കാരണം ഞങ്ങൾ പട്ടക്കാരല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടി എന്ന് പറഞ്ഞാൽ തീറടിയാണ്. നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി ഒരു പരുവത്തിലാക്കി. ഞാൻ ഈ അച്ഛനോട് ചോദിക്കുന്നത്, എന്നാത്തിനാച്ചാ നമ്മളെ തല്ലുന്നത്? അത് തന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, നമ്മളെ എന്നാത്തിനാച്ചാ തല്ലുന്നത്? അവസാനം തല്ലുകൊണ്ട് ചോരയൊൽപ്പിച്ചൊരു പരുവത്തിലായപ്പോ ഈ നേതാവ് അവിടെ നിന്ന് പറയാണ്, ഇനി വച്ചാ കണ്ടടാ, ഈ രണ്ടിനെയും അങ്ങോട്ട് കാച്ചിക്കളയാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴേ കടാര ഊരി പിടിച്ചോണ്ട് വരികയാണ് ഈ മല്ലന്മാര്. അച്ഛൻ പറഞ്ഞു, പൗലോസ് അച്ഛാ നമ്മളെ കൊല്ലും. ഞാൻ ചോദിച്ചു, അച്ഛന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ കൊല്ലും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് അനങ്ങാൻ വയ്യ അച്ഛാ, കയ്യും കാലും ഒക്കെ ഒടിഞ്ഞെന്നാ തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാനേ ബാക്കിയുള്ളൂ. അപ്പൊ പ്രതികരിക്കാതെ തരവില്ലെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് നിങ്ങളീ കാണുന്നത് പോലെ നാവ് കൊണ്ട് മാത്രവും നല്ല പാറയ്ക്കരച്ചന അഭ്യാസം അറിയാവുന്നത്, ശരീരം കൊണ്ടും ചില അഭ്യാസമൊക്കെ അറിയാം, വേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കൈ രണ്ടും നിലത്ത് കുത്തി ഒരു പ്രത്യേക പൊസിഷനിൽ ഒന്ന് പൊങ്ങി, പിന്നെ പമ്പരം പോലെ ഒന്ന് കറങ്ങി. കത്തിയുമായിട്ട് കുത്താൻ വന്നവര് ഓരോരുത്തരുടെ കാലിന് പ്രത്യേക രീതിയിൽ ഓരോ തട്ടുകൊടുത്തു. ഇവര് കാല് പിരിഞ്ഞു കെട്ടി ഒടിഞ്ഞു മടങ്ങി താഴോട്ട് വീണപ്പോ പ്രത്യേക ഷേപ്പിൽ വീണത് കൊണ്ട് അവന്റെ കയ്യിലിരുന്ന കത്തി സ്വന്തം നെഞ്ചിലോട്ട് കുത്തിയാണ് വീണത്. ഒരുപാട് നേരമൊന്നും വേണ്ടി വന്നില്ല. ഒരു 4 മിനിറ്റിനുള്ളിൽ 9 എണ്ണവും ചോരയെ കുളിച്ച് ദാ കിടക്കുന്നു. അനങ്ങാൻ പോലും പറ്റില്ല. കടാര നെഞ്ചിനകത്തോടെയാ കയറിയിരിക്കുന്നത്. 9 എണ്ണം സ്വാഹ. ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോ ലീഡർക്ക് മനസ്സിലായി ഞാൻ പ്രതികരിച്ചു തുടങ്ങിയെന്ന്. അയാൾ വിചാരിച്ചു ഇനി ഇവനെ വിട്ടാൻ പറ്റില്ല. അയാൾ എൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് എൻ്റെ നട്ടല് നോക്കി കടാരയ്ക്ക് കുത്താനാഞ്ഞപ്പോഴാണ് അച്ഛനത് കണ്ടത്. അച്ഛൻ വിചാരിച്ചു ഇത്രയും അച്ഛൻ ചെയ്ത നിലയ്ക്ക് ഞാൻ വല്ലതും ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല. അച്ഛൻ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് അവിടെ കിടന്നൊരു കല്ലെടുത്തു കൊണ്ടുപോയി ഇവന്റെ മണ്ടയ്ക്ക് ഒരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ആ ഒരു അടി കറക്റ്റ് മെഡുല്ല തകർത്തു. അവനത് ആ ചോരയെ കുളിച്ച് കിടക്കുന്നു. കാറ്റുപോയി. 10 എണ്ണവും തീർന്നു. ഇപ്പൊ നിങ്ങൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്, എൻ്റെ പൊന്നു തമ്പുരാനെ, 9 എണ്ണത്തെ കൊന്ന അച്ഛനാണോ ഈ ലോക പ്രശസ്തനായ പ്രസംഗകൻ? ഞങ്ങളുടെ വികാരി അച്ഛനൊരു കൊലപാതകം നടത്തിയ ആളാണ്. എൻ്റെ പൊന്നു മക്കളെ, അച്ഛനൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നവർ വീട്ടിൽ ചെന്നിട്ട് പറയും, എടിയേ ആ പ്രസംഗിക്കാൻ വന്ന അച്ഛനുണ്ടല്ലോ ഒറ്റയടിക്ക് 9 എണ്ണത്തെ തട്ടിയതാ. ചില ആൾക്കാർക്ക് അവിടെ നിന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതിൻ്റെ പൾസ് മനസ്സിലായോ? ഇനി ബാക്കി കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഇല്ല, കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ്റെ വലത്തെ കയ്യിലും അച്ഛൻ്റെ ഇടത്തെ കയ്യിലും കൂടെ വിലങ്ങിട്ടിരിക്കുകയാണ്. ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കി. സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ സത്യമായി കിളി പറയും പോലെ ഞങ്ങൾ കാര്യം പറഞ്ഞു. പൊന്നു സാറേ, ഒരു കാരണവും ഇല്ല, വെറുതെ വണ്ടി തടഞ്ഞു വെച്ച് അടിച്ചതാ, നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. കൊല്ലാൻ പറഞ്ഞപ്പോൾ ചാവൂലെന്ന് ഉറപ്പായപ്പോൾ, പ്രതികരിച്ചില്ലെങ്കിൽ പ്രാണം പോകുമെന്ന് ഉറപ്പായപ്പോൾ പ്രാണരക്ഷാർത്ഥം അറ്റാക്ക് ചെയ്തു പോയതാ. 10 എണ്ണവും ചത്തത് സത്യ. എന്നാ ശിക്ഷ തന്നാലും മേടിക്കാൻ തയ്യാറാണ്. പൊന്നു സാറേ, വേണ്ടിയിട്ട് ചെയ്തതല്ല, ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് ഞങ്ങൾ വച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോൾ കോടതിക്ക് ഞങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെട്ടു. അവിടെ കോടതി പറഞ്ഞു, നിങ്ങൾ 2 പുരോഹിതന്മാരായതുകൊണ്ടും നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടും നിങ്ങൾക്ക് ജാമ്യം തരാൻ തയ്യാറാണ്. നിങ്ങളെ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉടനെ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു, എന്നാ സാറേ ഒരു കാര്യം ചെയ്യ്, ഈ അച്ഛനെ ഞാൻ ജാമ്യത്തിലെടുക്കാം. ഹാ 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 ഹാ, ജാമ്യം കിട്ടുമോ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നോട്ടം കണ്ട ആയുസ് കോടതി പോയിട്ടില്ലെന്ന് തോന്നുന്നു. എത്ര നല്ല വിശുദ്ധന്മാർ. ഞാൻ കോതമംഗലത്ത് നിന്ന് താമസം വെച്ചുച്ചിറക്കി മാറ്റിയാലോ ഇത്രയും പുണ്യവാന്മാരുള്ള നാട്ടിലേക്ക്? ദൈവമക്കളെ, കോടതി നിയമം നിങ്ങൾക്കറിയാമോ? ഒരാളൊരു കേസിൽ പ്രതിയായാൽ അയാൾക്ക് വേണ്ടി ജാമ്യമെടുക്കാൻ നികുതി അടച്ച കടലാസുമായി വേറൊരാൾ വരണം. സമാന കുറ്റകൃത്യം ചെയ്ത 2 പേരിൽ ഒരാൾക്ക് പകരം ജാമ്യം നിൽക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല.
അപ്പൊ അറിയാതെ മജിസ്ട്രേറ്റ് ചിരിച്ചുപോയി. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഫാദർ യു ഫൂൾ, എന്ത് മണ്ടത്തരമായി പറയുന്നത്? ഒരിക്കലും ഫാദറെ സമാന കുറ്റകൃത്യം ചെയ്ത വേറൊരാൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരാൾ ജാമ്യം നിൽക്കുക? എന്നാ വേണ്ട സാറേ എന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് മാറുമ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാ വേണ്ട പാറയ്ക്കര അച്ഛനെ ഞാൻ ജാമ്യത്തിലെടുക്കാം. നടക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരു കുറ്റവാളി വേറൊരു കുറ്റവാളിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ഇവിടെ ഇന്ത്യൻ പീനൽ കോഡിലെ നിയമാവലികളൊന്നും അനുവദിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ നിയമാവലിയിലും അതില്ല. ഹല്ലേലൂയ. ഒരു പാപി മറ്റൊരു പാപിക്ക് പകരക്കാരനാകാൻ പറ്റില്ല. അപ്പൊ രണ്ട് ശ്രമം പരാജയപ്പെട്ടു. ഒന്ന്, സ്വന്തം പരിശ്രമം കൊണ്ട് പാപമോചനം സിദ്ധിക്കുമോ? ഇല്ല, താഴ്ന്നു പോകും. രണ്ടാമത്തെ പരിശ്രമം, ഒരു പാപി വേറൊരു പാപിക്ക് വേണ്ടി ജാമ്യം നിന്നാൽ രണ്ട് പാപികളും രക്ഷപ്പെടുമോ? ഇല്ല. ഇനി എന്താണ് മാർഗം? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശു ക്രിസ്തു പ്രസക്തനായി തീരുന്നത്. ഹല്ലേലൂയാ. അവിടെയാണ് യേശു ക്രിസ്തു പ്രസക്തനായി തീരുന്നത്. പാപം ചെയ്യാത്തവൻ, ഊനമില്ലാത്തവൻ, പരിശുദ്ധനാണവൻ. ഹല്ലേലൂയാ. പാപം ചെയ്യാത്തവൻ, ഊനമില്ലാത്തവൻ, പരിശുദ്ധനാണവൻ. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി ഏദനിൽ നിന്നും ദൈവ കൂട്ടായ്മയിൽ നിന്നും അന്യപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ ദൈവസ്നേഹത്തിലേക്കും ദൈവ കൂട്ടായ്മയിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി മാറുന്ന ദൈവ പദ്ധതിയാണത്. ഹല്ലേലൂയാ. ദൈവ പദ്ധതിയാണത്. യേശു ക്രിസ്തു ആരാണ്? ഒരുപാട് പേർക്ക് അറിയാവുന്നത് രോഗസൗഖ്യം കൊടുക്കുന്നവൻ. അതല്ല യേശുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ആരാണ്? വിദേശത്തേക്ക് വിസ തരുന്നവൻ. അതല്ല ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ആരാണ്? മച്ചയ്ക്ക് മക്കളെ തരുന്നവൻ. അതല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ആരാണ്? പ്രിയപ്പെട്ടവരെ, വീട് പണിയാൻ സഹായിക്കുന്നവൻ, അതുപോലെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കുന്നവൻ, അതുമല്ലെങ്കിൽ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നവൻ. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് യേശുവിനെ അറിയാം? എത്ര പേർക്ക് യേശുവിനെ അറിയാം? ആരാണ് യേശു? ഇത് തിരിച്ചറിയണം ദൈവമക്കളെ. അത്ഭുത രോഗസൗഖ്യം തരുന്നവനും, മക്കളെ തരുന്നവനും, തലമുറകളെ തരുന്നവനും, അല്ലെങ്കിൽ ആഗ്രഹം നടത്തി തരുന്നവനും, ബിസിനസ് നന്നാക്കി നടത്തുന്നവനും, എല്ലാ സഹായങ്ങളും ചെയ്യുന്നവനായി മാത്രം യേശുവിനെ അറിഞ്ഞിട്ടുള്ളുവെങ്കിൽ നിങ്ങൾ ആരും ഈ നിമിഷം വരെ ക്രിസ്ത്യാനികളായിട്ടില്ല. യേശു ആരാണെന്ന് നെഞ്ചിൽ ബോധ്യപ്പെടണം ദൈവമക്കളെ. യേശു ആരാണെന്നറിയാമോ? ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവൻ. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവൻ. എന്തിനവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുകൂടെ അറിയണം. രോഗസൗഖ്യം തരാനല്ല, വീട് പണി നടത്തി തരാനല്ല, വിദേശത്തേക്ക് വിസ തരാനല്ല, പരീക്ഷയ്ക്ക് ജയിപ്പിക്കാനല്ല, മക്കളെ തരാനല്ല, ഈ ലോകത്തിന്റെ നന്മകളൊക്കെ തന്ന് ഈ ജനത്തെ തൃപ്തിപ്പെടുത്താനുമല്ല. അവൻ വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നഷ്ടപ്പെട്ട സ്വർഗത്തിലും ദൈവ കൂട്ടായ്മയിലും തിരികെ കൊണ്ടുപോകാനാണ്. ഹല്ലേലൂയ. യേശു വന്നത് പാപിയെ രക്ഷിക്കാനാണ്. ഹല്ലേലൂയ. അതിൽ കുറച്ചൊന്നും യേശുവിനെ കുറിച്ച് ആരും തിരിച്ചറിയണ്ട. യേശു വന്നത് പാപിയെ രക്ഷിച്ച് പാപമോചനം കൊടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഈ ബോധ്യം ഉള്ളിൽ കിട്ടിയിട്ടില്ലാത്തവരാരും ക്രിസ്ത്യാനികളായിട്ടില്ല. ഈ ബോധ്യം ഉള്ളിൽ കിട്ടിയവർക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറ്റും. പിന്നെ അവർക്ക് മദ്യപിക്കാൻ തോന്നില്ല, പിന്നെ അവർക്ക് പുകവലിക്കാൻ തോന്നില്ല, പിന്നെ അവർക്ക് തട്ടിപ്പ് നടത്താൻ പറ്റില്ല, പിന്നെ അവർക്ക് കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ അവർ ലോകം തറവാടെന്ന് ചിന്തിക്കില്ല, പിന്നെ അവർ ഈ ലോകത്തിന് വേണ്ടി അതിനുവേണ്ടി അധ്വാനിച്ച് ആയുസ് കളയില്ല. ദൈവത്തിനും ലോകത്തിനും വേണ്ടി ഒരുമിച്ചൊരു മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിന് ജീവിതം കൊടുത്തവർക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയും. അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും വേഷം കെട്ടിയാടും. യേശുവിനെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവ പൈതലേ, യേശുവിലാവുക. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൾ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലായാൽ ആൾ മുഴുവനും പുതിയതായി. പിന്നെ പഴയതൊന്നും അഥവാ പാപമൊന്നും ഈ ആളിൽ ബാക്കിയുണ്ടാകില്ല. ആൾ വിശുദ്ധനായി മാറും. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ പുതുക്കപ്പെടൽ എന്ന് പറയുന്നത്. എന്താണ് യേശു ചെയ്തത്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. എങ്കിൽ ഒരു പാപിക്ക് കിട്ടേണ്ട മിനിമം ശിക്ഷ മരണമാണ്. അച്ഛൻ ചോദിച്ചത് ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു പാപിക്ക് കിട്ടേണ്ട മാക്സിമം ശിക്ഷ നരകമാണ്. ഹല്ലേലൂയ. പാപികളല്ലാത്തവരാരുമില്ല. പാപി
മരണയോഗ്യനാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. പാപം ചെയ്യുന്നവൻ അവൻ ആര് തന്നെയായാലും അവൻ മരിക്കും. എസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വാക്യം. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. പാപം മരണഹേതുകമാണ്. പ്രിയപ്പെട്ടവരെ, പാപി തൻ്റെ പാപത്തിൽ മരിക്കാതിരിക്കാൻ, പാപിക്ക് പകരമായി മരിക്കേണ്ടതിന് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ഹല്ലേലൂയാ! സാക്ഷാൽ ദൈവം മനുഷ്യവേഷത്തിൽ അവതരിച്ചു. അവനാണ് ക്രിസ്തു. ഹല്ലേലൂയാ! അവനാണ് ക്രിസ്തു. അവൻ എന്തു ചെയ്തു? പാപി തൻ്റെ പാപത്തിൽ മരിക്കാതിരിക്കാൻ പാപിക്ക് പകരമായി അവൻ തന്നെ മരണത്തിനേൽപ്പിച്ചു. ഹല്ലേലൂയാ! ലോകത്ത് പങ്കപ്പാടുകൾ ഏറ്റ് ഒരുപാട് സഹിച്ച് കുരിശ് ചുമന്ന് അവൻ കാൽവരിയേറി നമുക്ക് വേണ്ടി തന്നെ യാഗമർപ്പിച്ചു. അവൻ മരിച്ചതുകൊണ്ട് മനുഷ്യന്റെ മരണം നീങ്ങിയില്ല. അവൻ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തതുകൊണ്ട് മനുഷ്യന്റെ മേലുള്ള മരണാധികാരം അവൻ നീക്കി. യേശു മനുഷ്യന്റെ രക്ഷിതാവാണ്. ഹല്ലേലൂയ! യേശുവിനെ കുറിച്ച്, യേശു മനുഷ്യാവതാരം ചെയ്ത രക്ഷാപദ്ധതിയെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന ഭാഗ്യവാനായ വിശുദ്ധനായ മോർ പോളികാർപ്പോസ് എന്ന പിതാവ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വിശുദ്ധനായ മോർ പോളികാർപ്പോസിന്റെ പ്രഖ്യാപനം ഇതാണ്: ഭൗമികരായവരെ സ്വർഗീയരാക്കുവാൻ സ്വർഗീയനായവൻ ഭൗമികനായി. ഹല്ലേലൂയ! വിശുദ്ധനായ മോർ പോളികാർപ്പോസ് നടത്തിയ പ്രഖ്യാപനം: ഭൗമികരായവരെ സ്വർഗീയരാക്കുവാൻ സ്വർഗീയനായവൻ ഭൗമികനായി. 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് വിശുദ്ധനായ മാർ പോളികാർപ്പോസ് പറഞ്ഞതായ ഈ പ്രഖ്യാപനം അവിടെ നിൽക്കുമ്പോൾ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരെ, നിക്കിയ സുന്നകദോസിന്റെ മുഖ്യ വക്താവും അതിൻ്റെ വ്യാഖ്യാതാവുമായിരുന്ന അത്താനാസിയോസ് ദ ഗ്രേറ്റ്, മഹാനായ അത്താനാസിയോസ് എന്ന് സഭാചരിത്രത്തിൽ ഇടം പിടിച്ച പുണ്യവാനായ മോർ അത്താനാസിയോസ് ആ പോളികാർപ്പോസ് എന്ന വിശുദ്ധന്റെ അഭിപ്രായത്തെ കുറെ കൂടെ ലളിതമാക്കി പറഞ്ഞത് ഇങ്ങനെയാണ്. അത്താനാസിയോസ് പിതാവ് പറഞ്ഞത്: മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി. ഹല്ലേലൂയ! മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസം തോന്നുന്നുണ്ടാകും. മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി. യേശു വന്നത് അതിനു വേണ്ടിയാ. യേശു വന്നത് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ! മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി. ലോകത്ത് കുറെ കൂടെ ആഡംബര സുഖം തരാനല്ല, ഈ ലോകത്ത് ചോദിക്കുന്നതെല്ലാം തരാനല്ല, ഈ ലോകത്ത് രോഗം വരാതെ നോക്കാനല്ല, ഈ ലോകത്ത് പ്രയാസം വരാതെ കാക്കാനല്ല, ഈ ലോകത്തൊരു കാവൽ നായെ പോലെ എൻ്റെയും നിങ്ങളുടെയും ആവശ്യത്തിന് കാവൽ നിൽക്കാനല്ല, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൽ ഞാനും നീയും മരിക്കാതിരിക്കാൻ, നമുക്ക് പകരം മരിച്ചിട്ട് മരണത്തെ ജയിച്ചിട്ട് എന്നെയും നിങ്ങളെയും പാപമരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു വന്നത്. അതിനാണ് മക്കളെ യേശു വന്നത്. ഈ യേശുവിൽ ഒരാളായാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. അവൻ പുതിയ സൃഷ്ടിയാണ്, അവൾ പുതിയ സൃഷ്ടിയാണ്. ഇത് സംബന്ധിച്ച് വ്യക്തത വരുന്നത് യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലാണ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായം. കാൽവരിയിൽ യാഗമർപ്പിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ കഴിച്ച തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 21-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ തിരുവചനം കേൾക്കുക. യേശു പ്രാർത്ഥിച്ചു: പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ!
പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിലൊന്നാകണമെന്ന്, ദൈവത്വത്തിലൊന്നാകണമെന്ന്. ഇത് തന്നെയാണ് ദൈവം വിഭാവനം ചെയ്തത്. എന്നെയും നിങ്ങളെയും ദൈവമാക്കി തീർക്കുക, ദൈവത്തിലെത്തിക്കുക. ഹല്ലേലൂയ. ഇത് സംഭവിക്കാത്തിടത്തോളം ഈ ലോകത്ത് ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് അവകാശപ്പെട്ട് എത്ര വേഷം കെട്ടി ആടിയിട്ടും ഒരു പ്രയോജനവുമില്ല. രോഗസൗഖ്യം കിട്ടി 100 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ടും ലോകം വിട്ട് പിരിയുമ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ്. ഹല്ലേലൂയ. ലോകത്ത് കോടികൾ സമ്പാദിച്ചിട്ട് ഒരുപാട് കാലം ജീവിച്ചിട്ട് ലോകം വിട്ട് പിരിയുമ്പോൾ യേശുവിനോട് ചേർന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടമാണ്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഒരാളുടെ തീരവകാശമായാലും സ്വർഗത്തിൽ പോകാനുള്ള പാപമോചനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, രക്ഷ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ ജീവിതം നഷ്ടമാണ്. ലോകം വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യ, ലോകസുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിച്ച് അലറിക്കരയുന്ന മനുഷ്യ, നീ നിന്റെ രക്ഷയ്ക്ക് വേണ്ടത് കരുതിക്കൊള്ളണം. ക്രൂശിൽ യേശു യാഗമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് അഖില ലോകത്തുമുള്ള സകല പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആമേൻ. സകല പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് തൻ്റെ പെന്തക്കോസ്തി പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ വിളംബരം ചെയ്തത്: മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ആമേൻ. ഇല്ല. ആമേൻ. ഇല്ല. യേശു എന്ന നാമം മാത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ വേറൊരാളും പാപിക്ക് വേണ്ടി കുരിശേറിയിട്ടില്ല. വേറൊരാളും പാപിക്ക് പകരം പ്രായശ്ചിത്തമായിട്ടില്ല. വേറൊരാളും പാപിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. വേറൊരാളും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. വേറെ ആരും എനിക്കും നിനക്കും പ്രത്യാശ തന്നിട്ടില്ല. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതിനാൽ നിന്റെ പാപം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവമാണെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇത് സകല ജാതികൾക്കും വേണ്ടിയുള്ള സുവിശേഷമാണ്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ, കാലദേശ ഭാഷാ പരിമിതിയന്യേ, അഖില ലോകത്തുമുള്ള സകല പാപിക്കും പാപമോചനം പ്രാപിച്ച് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി യേശു മാത്രം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ നാളുകളിൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളല്ലാത്ത ഒത്തിരി പേര് യേശുവിനെ രക്ഷിതാവാണെന്നും കർത്താവാണെന്നും അംഗീകരിച്ചും വിശ്വസിച്ചും ജീവിതം യേശുവിന് അടിയറ വെച്ച് യേശുവിന് വേണ്ടി നൃത്തം ചെയ്ത് ആരാധിച്ച് പാടുമ്പോ മാമോദീസ വെള്ളം ബാല്യത്തിലെ തലയിൽ വീണ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ് ഞാനെന്ന അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷാപ്പ് നിരങ്ങിയും കുടിച്ചു കൂത്താടിയും ലോകത്തിന്റെ ബിസിനസ് നടത്തിയും കൊള്ളലാഭം കൊയ്തും എല്ലാ പാപമേച്ഛകളും ചെയ്തു കൂട്ടിയും വൈരാഗ്യം പെരുപ്പിച്ചും വഷളത്വം പെരുപ്പിച്ചും ലോകത്തിന് അനുരൂപരായി ജീവിച്ച് ചിറകൊടിഞ്ഞ് തളർന്ന് വീണ് കിടക്കുമ്പോ ലജ്ജിക്കേണ്ടി വരുമെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. കാട്ടുപ്രാക്കൾ കൂട്ടമായി പറന്ന് സ്വർഗത്തിലെ വിരുന്നുശാലയേറുമ്പോ അശുദ്ധിയിലും പാപത്തിലും പിടിക്കപ്പെട്ട ക്രിസ്ത്യാനിയെ നീ യേശുവിലായി തീർന്നിട്ടില്ല. മദ്യപിക്കുന്ന ക്രിസ്ത്യാനിയെ നീ യേശുവിലായി തീർന്നിട്ടില്ല. പുകവലിക്കുന്ന ക്രിസ്ത്യാനിയെ നീ യേശുവിലായി തീർന്നിട്ടില്ല. നീ പുതിയ സൃഷ്ടിയായിട്ടില്ല. പരസ്പരം വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനിയെ നീ ഇപ്പോഴും യേശുവിലായി തീർന്നിട്ടില്ല. നീ ക്രിസ്ത്യാനിയായിട്ടില്ല. നിന്റെ ഉള്ളിൽ ഇപ്പോഴും യേശു കൂടുകൂട്ടിയിട്ടില്ല. നിന്റെ ജീവിതം നീ യേശുവിന് ഇപ്പോഴും കൊടുത്തിട്ടില്ല. കൊടുത്താൽ നിനക്ക് പഴയതൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല. നീ മുഴുവനും പുതിയതായി തീർന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് കാണുന്നത് നാടകമാണ് മക്കളെ. വേഷം കെട്ട് ക്രിസ്ത്യാനികൾ ഈ പരിപാടി നിർത്തണം. 11 കൊല്ലമായി ഇവിടെ പ്രഘോഷിക്കുന്നു യേശുവിന്റെ സുവിശേഷം. ഇന്നെങ്കിലും ഈ മുറ്റത്ത് നിന്ന് കയറിപ്പോകും മുമ്പ് ജീവിതം യേശുവിന് കൊടുത്തിട്ട് ഞാൻ പുതിയ സൃഷ്ടിയാണ് ദൈവമേ, ഇനി പഴയതൊന്നും എന്നിൽ ബാക്കിയില്ല, ഇനി ആയുസ്സിൽ ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ പുകവലിക്കുകയില്ല, ഇനി ഞാൻ നാവെടുത്ത് അസഭ്യം പറയില്ല, ഇനി ഞാൻ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കില്ല, ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഭിന്നിച്ചിരിക്കില്ല, ഞാൻ ആരോടും പിണക്കം കൂടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള എല്ലാ വൈരവും ഭിന്നതയും ഇന്ന് ഞങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളാം. കർത്താവെ, ഞങ്ങൾ നിരന്ന് തിരുസന്നിധിയിൽ യോഗ്യതയോടെ നിന്നുകൊള്ളാം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിനുള്ളവരായി പുതിയ സൃഷ്ടികളായി മാത്രമേ ഈ മുറ്റത്ത് നിന്ന് മടങ്ങിപ്പോകാൻ കഴിയൂ എന്ന് നെഞ്ചിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. അല്ലാതെയും പോകാം, പക്ഷേ ക്രിസ്ത്യാനിയാണെന്ന് ഇനി മേലിൽ അവകാശപ്പെടാൻ നിൽക്കരുത്.
ക്രിസ്ത്യാനിക്കുള്ള ജീവിതം ഉണ്ടാകും. ഹല്ലേലൂയ. അത് ഉറപ്പാണ്. അവൻ പുതിയതായിരിക്കും, അവൾ പുതിയതായിരിക്കും. പഴയതൊന്നും പിന്നെ കാണുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണുമോ? എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടിയിൽ നിന്ന് കുറേ വടക്ക് മാറി കൊമ്പനാട് എന്നൊരു സ്ഥലമുണ്ട്. കുമ്പനാട് തിരുവല്ലയിലാണ്, വേറെ സ്ഥലമാണ് കൊമ്പനാട്. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ഒരു മനുഷ്യനെ ഞാനൊരു 14 കൊല്ലം മുമ്പ് പരിചയപ്പെട്ടു. ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടാ എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വേലായുധൻ ജോർജ്. അയ്യടാ, അങ്ങനെ പേരുണ്ടോ മനുഷ്യൻ? ഞാൻ ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പഴയ പേര് വേലായുധൻ, പുതിയ പേര് ജോർജ്. ഞാൻ രണ്ടും കൂടെ കൂട്ടി അങ്ങോട്ട് പറയും. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ വേലായുധന് പഴയ പേര് മാറി ജോർജ് ഉണ്ടായത്? അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വീടിന് സ്ഥാനം കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ കുലത്തൊഴിലാണത്. ഞാൻ പാരമ്പര്യമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന് ഞാൻ കുറ്റിയടിച്ചാൽ എനിക്ക് പ്രതിഫലം വേണം, നിർബന്ധമാണ്. ഒരു കുപ്പിയാണ് അതിനുള്ള പ്രതിഫലം. ഒരു കുറ്റിയടിച്ചാൽ ഒരു കുപ്പി, 2 കുറ്റിയടിച്ചാൽ 2 കുപ്പി, 5 കുറ്റിയടിച്ചാൽ 5 കുപ്പി. ഞാൻ ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരു 5-6 കുറ്റി അങ്ങ് അടിക്കും. 5-6 കുപ്പിയുമായിട്ട് വീട്ടിൽ വരും. പിന്നെ കുപ്പി തീരുന്നത് വരെ ഞാൻ കുറ്റിയടിക്കില്ല. ഞാൻ ഫ്ലാറ്റായിട്ട് ആഘോഷമായിട്ട് അങ്ങ് ജീവിക്കും. അത് തീരുമ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങും. കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക. ഇതാണ് വേലായുധൻ്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് പറഞ്ഞ, അച്ഛാ, അങ്ങനെ ഞാൻ ആഘോഷമായിട്ട് ജീവിച്ചു വരുമ്പോൾ എൻ്റെ മകൻ വളർന്ന് വലുതായി. അവനും സ്വാഭാവികമായിട്ടും പാരമ്പര്യമനുസരിച്ച് ഈ ജോലി തിരഞ്ഞെടുത്തു. അവനും കുറ്റിയടിക്കാൻ പോയി തുടങ്ങി. അപ്പൻ്റെ പാരമ്പര്യം ഒട്ടും തെറ്റിക്കാതെ അവനും പ്രതിഫലം കുപ്പിയാക്കി. കാശ് കൊടുത്താലും പറയും വേണ്ട, കുപ്പി മതി എന്ന്. കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക, കുറ്റിയടിക്കുക, കുപ്പിയടിക്കുക. അപ്പനും മോനും ഒരേ പരിപാടി തുടങ്ങിയപ്പോൾ വീട്ടിൽ ബഹളമായി. ഒന്നാമത്തെ കുഴപ്പം, മോനെയാണ് അപ്പനേക്കാളും ആളുകൾക്ക് കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് അപ്പൻ്റെ ജോലി പലതും മോൻ തട്ടിയെടുക്കാൻ തുടങ്ങി. മോന് കൂടുതൽ കുപ്പി കിട്ടുമ്പോൾ അപ്പൻ അസൂയയായി. അപ്പനും മോനും തമ്മിൽ വീട്ടിൽ പൊരിഞ്ഞ അടിയായി. എന്നിട്ട് ജോർജ് ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം ഞാൻ അവൻ്റെ ചെകള കൂട്ടി ഒരൊറ്റ അടിയങ്ങ് വെച്ച് കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവനെ തല്ലിയത്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അപ്പൻ എന്നെ തല്ലിയെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ മോൻ പോയി കെട്ടിത്തൂങ്ങി. എൻ്റെ മോൻ പോയി കെട്ടിത്തൂങ്ങി എന്ന് അറിഞ്ഞപാടെ ഒട്ടും പഠിച്ചില്ല. ഞാൻ അടുത്ത മരത്തെ കയറി ഞാനും കെട്ടിത്തൂങ്ങി. എൻ്റെ അച്ഛാ, എന്താ സംഭവിച്ചെന്നറിയില്ല, 2 കയറും പൊട്ടിപ്പോയി. 2 പേരും താഴെ വീണു. ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് ഞങ്ങളെ എടുത്തുകൊണ്ട് പോയവർ 2 പേരെയും ബോധിരം തല്ലി. സത്യത്തിൽ ഈ പണിക്ക് പോയത് കൊണ്ട് ഊടുപാട് തല്ലി കിട്ടിയത് മിച്ചം, ചത്തില്ല. പിന്നെ ഞങ്ങൾ പഴയ പരിപാടിയിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ തമ്മിൽ ഈഗോ പ്രശ്നം മൂത്തപ്പോൾ വീണ്ടും ഞാൻ അവനെ പിടിച്ച് ചെകള കൂട്ടി ഒരൊറ്റ അടി കൊടുത്തു. അവൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. അവൻ പോയി ഒരു കുപ്പി വിഷം കൊടുത്ത് അങ്ങനെയേ കുടിച്ചു. ഞാൻ ഒട്ടും പഠിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വിഷമില്ലാഞ്ഞിട്ട് പെങ്ങളുടെ വീട്ടിൽ പോയി ഒരു കുപ്പി വിഷം കൊടുത്ത് ഞാനും കുടിച്ചു. 2 പേരെയും നാട്ടുകാർ ആശുപത്രി കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ചു. എൻ്റെ അച്ഛൻ അന്നും കെട്ടി ഊടുപാടിയിടി, 2ഉം ചത്തില്ല. വീണ്ടും ഞങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടായപ്പോൾ ഞാൻ അവനെ തല്ലാനോങ്ങിയപ്പോൾ അവൻ എൻ്റെ കൈ കീറി പിടിച്ചു. പറഞ്ഞ, അപ്പാ, ഇനി എന്നെ അടിക്കണ്ട. ഞാനും അപ്പനും ചാകാൻ നോക്കിയിട്ട് ചാകാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചത്ത് കളയാം. എനിക്ക് സമ്മതമായി. ഞങ്ങൾ നേരെ പോയി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടൊരു പുത്തൻ തോർത്ത് മേടിച്ച് 2 പേരും കൈ കൂട്ടിക്കെട്ടി. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്കമാലിക്ക് നടന്നു. ആദ്യം വരുന്ന ട്രെയിനിൻ്റെ നെഞ്ചത്ത് ഒട്ടിപ്പിടിക്കാനാണ് ഞങ്ങളുടെ ഭാവം. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി കൂടെ നടന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മുന്നോട്ട്. അല്ല, എന്നത്തിനാ പോകുന്നത്? ട്രാക്കിൽ കൂടെ. ഹലോ, ഞങ്ങൾ മുന്നോട്ട് പോവാന്ന്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇപ്പോൾ ട്രെയിൻ വരും. നിങ്ങളെ കണ്ടിട്ട് അപ്പനെയും മോനെയും പോലെ ഇരിക്കുന്നു. നിങ്ങൾ ഇതിനെ പോയാൽ ചത്തുപോയാൽ തനിക്കെന്താ ചെയ്തം? അല്ല, ഇങ്ങനെ പോകാൻ ഒക്കുകയില്ല. നിങ്ങൾ അങ്ങനെ പോകരുത്. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം ഇതാ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായ ഒരാളുണ്ട്. എവിടെ ഇരിക്കുന്നത്? എനിക്കറിയാം. യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. സ്നേഹിതന്മാരെ, മരിക്കരുത്. മരണമൊന്നിനും മരുന്നല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരമുണ്ട്. യേശു നിങ്ങളെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും. ഞാനത് പരിചയപ്പെടുത്തി തരാം. ദയവേത് ട്രാക്കിൽ നിന്ന് മാറണം. അയാളെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോഴത്തെ ചൂളം പിടിച്ച് ട്രെയിൻ വരുന്നു. രക്ഷപ്പെട്ടെന്ന് ഞാനും എൻ്റെ മോനും ചിന്തിച്ചു കൊണ്ടിരിക്കെ ഈ ട്രെയിനിങ് കൊടുങ്കാറ്റ് വേഗത്തിൽ പാഞ്ഞു വരുമ്പോൾ അയാൾ സർവ്വശക്തിയും എടുത്തുകൊണ്ട് വലിയൊരു അലർച്ചയോടെ ഞങ്ങളെ പറിച്ച് ട്രാക്കിൽ നിന്ന് അങ്ങ് എറിഞ്ഞു. കൂടെ അയാളും ചാടി. എണീറ്റപാടെ കയ്യാലൊക്കെ ഞങ്ങൾ അഴിച്ചു. ഒറ്റയടി ഞാൻ അയാളുടെ കരണക്കുറ്റി കൊടുത്ത് ചാകാനും സമ്മതിക്കില്ലേ. മറ്റേ ചെവിക്ക് മോനും കൊടുത്തു വരണം. ഇയാൾ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകൊത്തി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയും എന്നെ തല്ലിക്കോ, ചാകരുത്. നിങ്ങൾ നിരാശരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്.
എന്നാൽ പിന്നെ എവിടെയാടോ ആ ദൈവത്തെ കാട്ടിത്ത? ഈ മനുഷ്യൻ അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയി ധ്യാനകേന്ദ്രത്തിൽ. ദൈവമക്കളെ, ഒരാഴ്ച അവിടെ താമസിച്ചപ്പോൾ അവിടെ കണ്ടതും കേട്ടതും ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛനോട് പോയി അപ്പനും മോനും കൂടെ ചോദിച്ചു, ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാ, ഏതാണ്ടൊക്കെ മനസ്സിലായി, പക്ഷെ ഒരു ശാന്തിയൊക്കെ തോന്നുന്നുണ്ട്, ഞങ്ങൾ ചാകാൻ പോയതാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഒരാഴ്ചയും കൂടെ ഇവിടെ ഇരുന്നോട്ടെ? അച്ഛൻ പറഞ്ഞിരുന്നോ? 2 ആഴ്ച ധ്യാനം കൂടി. 2ാമത്തെ ആഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഏതാണ്ടൊക്കെ വെളിച്ചം കിട്ടി. സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്നും പാപം ക്ഷമിക്കുന്നൊരു ദൈവമുണ്ടെന്നും പാപിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ടെന്നും അവൻ്റെ പേര് യേശു എന്നാണെന്നും എങ്കിൽ ഞങ്ങളുടെ പാപത്തിന് ക്ഷമയുണ്ടെന്നും യേശു ക്ഷമിക്കുന്ന സ്നേഹമാണെന്നും ഒക്കെ അപ്പനും മോനും മനസ്സിലായി. അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നാൽ പിന്നെ ഒരാഴ്ച കൂടി ഇരിക്കാൻ സമ്മതിക്കുമോ? അച്ഛൻ പറഞ്ഞിരുന്നോ? 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്പനും മോനും ധ്യാനം കൂടി. അവർ നിലത്ത് മുട്ടുകുത്തി ഇഴഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പോരാൻ നേരത്തെ അച്ഛനോട് ചോദിച്ചു, ഇവിടെ നിന്ന് വെറും കൈയോടെ പോകാൻ മനസ്സില്ലച്ചോ, ഞങ്ങൾക്ക് വല്ലതും തന്നയക്കാമോ? 2 പേർക്ക് ഓരോ ബൈബിൾ കൊടുത്തയച്ച അച്ഛൻ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആ ബൈബിൾ എടുത്ത് എന്നെ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിള്, ഒരു 4 ബൈബിളിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ മറിച്ച് പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ബൈബിൾ ആയുസ് തുറന്നിട്ടില്ല, അതുകൊണ്ട് മേടിച്ചതുപോലെ പുത്തനായിട്ടിരിപ്പുണ്ട്. സ്ഥിരമായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്നവരുടെ ബൈബിൾ കണ്ടാൽ അതിങ്ങനെ വീർത്തിരിക്കുന്നുണ്ടാവും, ഓരോ പേജും പറഞ്ഞിട്ട്. നിങ്ങളുടെ ബൈബിൾ കണ്ടാൽ പറയാം നിങ്ങളുടെ ആത്മീയതയുടെ നിലവാരം എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ തിരിച്ചു വന്നു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയും തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ സുവിശേഷ വേല തുടങ്ങി. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ പിന്നെ ഞാൻ ആയുസ്സിൽ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, വീടി വലിച്ചിട്ടില്ല, മോശം വർത്തമാനം എൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, ഞാൻ ഒരാളോട് മാറി നില്ലെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിൽ എന്നെ കാണുമ്പോൾ വഴി മാറിപ്പോയിരുന്ന സകല മനുഷ്യരും ഇന്ന് എൻ്റെ സ്നേഹിതരാണ്. എൻ്റെ നാട്ടിൽ എന്നെ കാണുമ്പോൾ വളരെ വേദനയോടെ രോദനത്തോടെ എന്നെ നോക്കി എന്നാലും എൻ്റെ വേലായുധ എന്ന് പറഞ്ഞിരുന്നവരൊക്കെ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വേദപുസ്തകം പഠിക്കാൻ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അയാൾ വേദപുസ്തകം പഠിപ്പിക്കുന്നയാളായി മാറി. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ അംഗത്വമെടുത്തു. അയാൾ ജോർജായിട്ട് മാറി. അയാൾ സ്നാനമെടുത്തു. അയാളുടെ മകൻ ആൻ്റണിയായി. വർഷത്തിലൊരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ മാനസാന്തരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 3 ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ നടത്തും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ പ്രസംഗിക്കാൻ അവിടെ പോകുമ്പോൾ വേദപുസ്തകം അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ പ്രസംഗിക്കാൻ വിഷയം വേണ്ട. അവിടെ ചെല്ലുമ്പോൾ വിഷയം താനെ മോളിൽ നിങ്ങൾ ഇറങ്ങി വരും. കാരണം ജ്വലിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സംഘമാണ് അവർ പാട്ട് പാടുമ്പോൾ നിലം തൊടാതെ ഈ കുഞ്ഞുങ്ങൾ പറന്ന് നൃത്തം ചവിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആളുകളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജോർജ് ചേട്ടന് 2 കൊല്ലം മുമ്പ് ബ്ലാഡറിന് ക്യാൻസർ വന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ജോർജ് ചേട്ടൻ ഭയങ്കര സ്തോത്രമാ, ഹല്ലേലൂയ പാടി നിലത്ത് കിടന്ന് തുള്ളുകയാണ്. അപ്പോൾ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാൻസറാന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിന്നെ ചിരിക്കത്ത് പോലും ഇല്ല, ജോർജ് ചേട്ടൻ എന്താ ഇങ്ങനെ പാട്ട് പാടി നൃത്തം ചവിട്ടുന്നത്? അപ്പോൾ ജോർജ് ചേട്ടൻ എന്നോട് കൈ അടിച്ചിട്ട് പറഞ്ഞു, അച്ഛനറിയാമോ, എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തും. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രിയനെ കാണും. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് ഞാൻ അവൻ്റെ പൊന്നുമുഖം ചുംബിക്കും. ഹല്ലേലൂയ. ജന്മം കൊണ്ട് ക്രിസ്ത്യാനി, കുഞ്ഞു പ്രായത്തിൽ തലയിൽ മാമോദീസ വെള്ളം വീണതാ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഈ ജോർജ് ചേട്ടന്റെ മുമ്പിൽ നിന്ന് ഒരു വിശ്വാസിയാണ് ഞാനെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം? പ്രിയപ്പെട്ടവരെ, ഈ നമ്മളൊക്കെ ഒരാൾ ക്യാൻസർ ആണെന്നറിഞ്ഞാൽ പിന്നെ വീട് വിട്ടിറങ്ങില്ല, അയൽവക്കത്തെ വീട്ടിൽ പോവില്ല, എല്ലാവരും കൂടെ ഒന്ന് കാണണം. കരച്ചിലും പിടിച്ചിലുമാണ്. ജോർജ് ചേട്ടന് യൂറിൻ പോവാത്തതുകൊണ്ട് ബ്ലാഡർ ഇട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ട്യൂബ് ഇട്ടേക്കുക. ഈ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പിലത്തെ 2 വർഷവും ഈ യൂറിനറി ബ്ലാഡർ ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ തൂക്കി പിടിച്ചോണ്ട് ഈ മനുഷ്യൻ ലോകത്തുള്ള സകല യോഗത്തിനും പോയിരുന്ന് പ്രാർത്ഥിക്കും, ഹല്ലേലൂയ വിളിക്കും. എൻ്റെ മോൻ്റെ ആനിവേഴ്സറിക്ക് കഴിഞ്ഞ 2 വർഷവും ഈ ബ്ലാഡറും തൂക്കിപ്പിടിച്ച്, ഈ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ബൈബിളാണെന്ന ആളുകളുടെ വിചാരം, ഇതും തൂക്കിപ്പിടിച്ച് ഈ മനുഷ്യൻ ഈ ട്യൂബ് ഇട്ടിട്ട് ആ അവസ്ഥയിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് മോൻ്റെ ആനിവേഴ്സറിക്ക് പാട്ടുപാടി ആരാധിച്ചിട്ട് പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, അയാളുടെ പേരാ വിശ്വാസി. അയാളെയാ ശരിക്കും ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടത്. നമ്മളൊക്കെ എന്തിനാ മക്കളെ ഈ വേഷം കെട്ടിയാടുന്നത്? ഷാപ്പ് വിഴുങ്ങിയും ലോകത്തെ സകല പാപവും, എല്ലാ വ്യഭിചാരവും, എല്ലാ ആസക്തികളും, എല്ലാ അഹങ്കാരവും, എല്ലാ മത്സരവും, എല്ലാ നികളവും, അതുപോലെ വൈരാഗ്യവും വെറുപ്പും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ആകില്ല. ക്രിസ്തുവിലാകണം. പുതിയ സൃഷ്ടിയായാൽ പിന്നെ പഴയതില്ല. ഈ മനുഷ്യൻ 5-8 മാസം മുമ്പ് ലോകം വിട്ടു പിരിഞ്ഞു.
ആ മനുഷ്യൻ അത്യാസന നിലയിലാണെന്നറിഞ്ഞ് ഞാൻ ചെന്നപ്പോ നാവ് ഉയർത്താൻ പ്രയാസമാണെങ്കിലും എൻ്റെ തലവട്ടം കണ്ടപ്പോ പാറക്കരയച്ചോ പ്രൈസ് ദി ലോർഡ് എന്ന മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ അയാളുടെ അരികിൽ ഏറെ നേരം ഇരുന്നു. ഞാൻ അയാളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അയാൾ പതുക്കെ എന്നോട് പറഞ്ഞു, ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, ജോർജിന് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഉള്ള നിറഞ്ഞ തൂകി ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പിറ്റേന്ന് അതിരാവിലെ ആന്റണി വിളിച്ചു പറഞ്ഞു, അപ്പച്ചൻ വീട്ടിൽ പോയി അച്ഛാ. എനിക്കന്ന് ദൂരെ എവിടെയോ കൺവെൻഷന് പോകണം. പക്ഷേ നേരം വെളുക്കും മുമ്പ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ മൃതദേഹത്തിനരികിൽ നിന്ന് ഈ ലോകത്ത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഇതെൻ്റെ ബോധ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. നീ ഒരു ക്രിസ്ത്യാനിയായി തീർന്നിട്ടുണ്ടോ? സ്നേഹിത സഹോദരി, നീ ഒരു ക്രിസ്ത്യാനിയായി തീർന്നിട്ടുണ്ടോ? നിനക്കറിയുമോ ക്രിസ്തു ആരാണെന്ന്? അവൻ നിന്റെ രക്ഷിതാവാണ്. അവൻ നിന്റെ പാപപരിഹാരകനാണ്. അവൻ വന്നത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഈ രാത്രി ഈ മുറ്റത്ത് നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഈ രാത്രി ഈ മുറ്റത്ത് നീ നിന്റെ പാപത്തോട് വിട പറയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നിന്റെ പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു കളയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നിന്റെ പഴയ സ്വഭാവങ്ങളെല്ലാം, നിന്റെ വൈരാഗ്യവും നിന്റെ വെറുപ്പും നിന്റെ പകയും നിന്റെ പിണക്കവും ഒപ്പം നിന്റെ മദ്യപാനവും നിന്റെ വ്യഭിചാരശീലവും നിന്റെ അശുദ്ധി കാണാനുള്ള മോഹവും നിന്റെ എല്ലാ തിന്മയും എല്ലാം അതിൻ്റെ ആധിക്യവും നീ വിട്ടുകളയണം. ഈ രാത്രി ഈ മുറ്റത്ത് വെച്ച് നീ പുതിയ സൃഷ്ടിയായി മടങ്ങണം. ഹല്ലേലൂയ. വേഷം കെട്ട് ക്രിസ്ത്യാനിയായി ലോകരെ കബളിപ്പിച്ചതും കർത്താവിനെ മുറിവേൽപ്പിച്ചതും മതി. ഇന്ന് രാത്രി ഈ കേട്ടത് പച്ച പരമാർത്ഥമാണ്. പാപമോചനം പ്രാപിക്കാതെ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. സ്വർഗം അവിടെ തരിശായി കിടന്നാലും ഒരു പാപി, ഒരശുദ്ധൻ അവിടെ കയറില്ല. വിശുദ്ധീകരണം പ്രാപിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി യേശുക്രിസ്തുവിന് ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ജീവിതം കൊടുക്കുക. ഇന്ന് രാത്രി നിലവിളിച്ചുകൊണ്ട് പറയട്ടെ മക്കളെ, ഇന്ന് രാത്രിയെങ്കിലും നീ നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാൻ തീരുമാനിക്കുക. ഒരുപക്ഷെ ഇതുപോലൊരു ചാൻസ് ജീവിതത്തിൽ ഇനി കിട്ടിയില്ലെങ്കിലോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണല്ലോ അവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നത്. ഇപ്പോഴും ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എന്തിനാണ് അച്ഛൻ ചങ്കുപൊട്ടി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നരകത്തിൽ ചെല്ലരുതെന്ന്, നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ നിർത്തിയത്. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. പാപിയെ ശിക്ഷിക്കാനാണെങ്കിൽ അവൻ മനുഷ്യാവതാരം എടുക്കേണ്ടിയിരുന്നില്ല, സ്വർഗത്തിലിരുന്ന് ശിക്ഷിച്ചാൽ മതിയായിരുന്നു. പാപിയെ ശിക്ഷിക്കുന്നവനാണെങ്കിൽ അവൻ കാൽവരിയിൽ കുരിശു ചുമന്ന് പോകേണ്ടിയിരുന്നില്ല, പാപിയെ ശിക്ഷിച്ചാൽ മതിയായിരുന്നു. അവൻ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് പാപി ഏൽക്കേണ്ട ശിക്ഷ, ഞാനും നിങ്ങളും ഏൽക്കേണ്ട ശിക്ഷ നമ്മുടെ മേൽ വരാതെ അവൻ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. അവൻ മരണത്തെ ജയിച്ച ദൈവമാണ്, അവൻ രക്ഷിക്കുന്ന കർത്താവാണ്. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി എല്ലാവരും തിരിച്ചറിയണം. ഒരാൾക്ക് പനിയാണ്, മരുന്ന് കുടിച്ചാൽ പനി മാറും. പനിയുടെ മരുന്ന് വാങ്ങി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ മരുന്ന് അവിടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ പനിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ഇയാൾ ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പനി മാറില്ല. ഹല്ലേലൂയ. ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഒരു പാപി തൻ്റെ പാപത്തിൽ ജീവിതം തുടർന്നാൽ അവൻ്റെ പാപം അവനെ വിട്ടുപോകില്ല, അവൻ രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. മരുന്ന് കഴിച്ചാലേ രോഗം മാറത്തുള്ളൂവെങ്കിൽ യേശുവിലായാലേ രക്ഷ സ്വന്തമാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നാളേക്ക് മാറ്റിവെക്കരുത്. കാരണം ഈ രാത്രി പുലരും മുമ്പ് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല. ഈ രാത്രി ഈ ശുശ്രൂഷാനന്തരം വീട്ടിൽ വരെ ചെല്ലുമെന്നുറപ്പില്ല. ഈ നിമിഷം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആരെയും ഭയപ്പെടുത്തുകയല്ല, വ്യക്തമായി ഒരു സത്യം പറയുകയാണ്. ഈ ലോകം വല്ലാത്തതാണ്, ഈ കാലം ദുഷിച്ചതാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി നിലവിളിച്ച് അനുദപിക്കുവേൻ, മാനസാന്തരപ്പെടുവേൻ. ഒരുത്തനൊരുത്തി ക്രിസ്തുവിലാകുമ്പോഴാണ് പുതിയ സൃഷ്ടിയായി തീരുന്നത്. ദൈവം പുതുതായി സൃഷ്ടിച്ച മനുഷ്യൻ, പ്രയാണമാർഗത്തിൽ പാപം ചെയ്ത് പഴതായി പോയ മനുഷ്യൻ വീണ്ടും പുതുതായി തീരേണ്ടതിന്
ഏദൻ തോട്ടത്തിൽ വെച്ച് ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ചതായ രക്ഷാപദ്ധതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് മാനവകുലത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവെക്കുമെന്ന് സ്വർഗം നമുക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്ത രക്ഷാപദ്ധതി നിവർത്തീകരിക്കാൻ കാലത്തിന്റെ പൂർത്തീകരണത്തിൽ കന്യക മറിയമെന്ന പുരുഷ സ്പർശമേൽക്കാത്ത സ്ത്രീയുടെ സന്തതിയായി കല്ലിടാവിൽ പിറന്നു വീണവൻ, 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ മർത്യനായി ജീവിച്ചവൻ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചവൻ. ഹല്ലേലൂയ! യേശുവിൽ രക്ഷ സൗജന്യദാനമാണ്. യേശുവിൽ രക്ഷ സൗജന്യദാനമാണ്. അതിന് വില കൊടുക്കണ്ട, വില കൊടുത്താൽ കിട്ടില്ല. ആകെ കൊടുക്കേണ്ടത് മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ രാത്രി അതിന് മനസ്സാകുമെങ്കിൽ ഈ ജനം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ! ഈ രാത്രി ആരെങ്കിലും പാപത്തോട് വിട പറഞ്ഞ് യേശുവിന് ജീവിതം കൊടുക്കുമെങ്കിൽ അവർ പുതിയ സൃഷ്ടികളായി മടങ്ങും. ഇന്ന് ഈ മുറ്റത്തു നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പുതിയതായി മടങ്ങുമെന്ന് ആരാണ് തീരുമാനിക്കുക? എനിക്ക് തോന്നുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വരാൻ ഒരു ഗേറ്റേ ഉള്ളൂ, 2 വഴികളില്ല. ഒരു വഴിയിലൂടെയാണ് മുഴുവൻ ആളുകളും വന്നത്. തിരികെ പോകുന്നത് അതേ വഴിയിലൂടെ ആയിരിക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓരോരുത്തരും ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഗേറ്റിൻ്റെ ഒരു വശത്ത് യേശുക്രിസ്തു നിൽക്കുന്നുണ്ടാകും, മറുവശത്ത് പിശാചം നിൽക്കുന്നുണ്ടാകും. ദൈവമക്കളെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ജീവിതം യേശുവിന് കൊടുത്തിട്ടല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് അവിടെ നിന്ന് നിലവിളിക്കും. സാത്താൻ കൈകൊട്ടിച്ചിരിക്കും. എൻ്റെ അക്കൗണ്ടിൽപ്പെട്ടയാളാണെന്ന് അവൻ വിളംബരം ചെയ്യും. യേശുവിനെ അവൻ പരിഹസിക്കും. നിങ്ങൾ ഈ മുറ്റത്ത് വെച്ച് ജീവിതം യേശുവിന് കൊടുത്തിട്ടാണ് പടിയിറങ്ങിപ്പോകുന്നതെങ്കിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ചുണ്ട് വിടർത്തി അവൻ ചിരിക്കും. സാത്താൻ തലതല്ലി കരയും. ഇന്ന് ഈ മുറ്റം വിട്ട് കടന്നു പോകുമ്പോൾ, നിങ്ങൾ കടന്നു പോകുമ്പോൾ യേശു ചിരിക്കുമോ കരയുമോ? യേശു ചിരിക്കുമോ കരയുമോ? ദൈവ പൈതലെ, നീ ഈ മുറ്റം വിട്ട് കടന്നു പോകുമ്പോൾ സാത്താൻ ചിരിച്ചുവെങ്കിൽ അയ്യോ കഷ്ടം, കർത്താവ് കരയുമല്ലോ. അതിനിടവരാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ, ഈ മുറ്റം വിട്ട് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് കരയാൻ ഇടവരില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി എന്നെ തമ്പുരാൻ കരയണ്ട, നീ എനിക്ക് വേണ്ടി കുരിശിൽ ചോര ഊറ്റിയ ദൈവമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം നിനക്ക് അടിയറ വയ്ക്കുന്നു എന്ന് ചങ്കുപൊട്ടി വന്ന് തമ്പുരാനോട് പറയാൻ മനസ്സുള്ള ആരെങ്കിലും ഈ മുറ്റത്തുണ്ടോ? നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാണ്. സമർപ്പണം എടുക്കേണ്ടത് ഇപ്പോഴാണ്. പ്രാർത്ഥിച്ച് ജീവിതം യേശുവിന് കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. കർത്താവേ, ഈ കണ്ട കാലം അത്രയും ഞാനൊരു ക്രിസ്ത്യാനി എന്ന പേരും പേറി ജീവിതം നിനക്ക് തരാതെ കുടിച്ചും കൂത്താടിയും ലോക ഇമ്പങ്ങളിൽ മുഴുകിയും പാപത്തെ പുണർന്നും അതിനെ പ്രണയിച്ചും ലോകം വെട്ടിപ്പിടിച്ചും അതിൻ്റെ ഇമ്പങ്ങളെ സമ്പാദിച്ചും ഞാൻ ലോകാനുരൂപിയായി ജീവിച്ച പാപിയാണപ്പാ. ഞാൻ പഴയതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്. ഞാൻ പഴയതാണ്. എനിക്ക് മദ്യപാനശീലമുണ്ട്, എനിക്ക് വ്യഭിചാരശീലമുണ്ട്. എൻ്റെ കണ്ണ് അശുദ്ധ മോഹങ്ങൾ കാണുന്നതാണ്, അശ്ലീലം കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ ഉള്ളിൽ പകയുണ്ട്, എൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ട്, എൻ്റെ ഉള്ളിൽ വിദ്വേഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് വൈരാഗ്യമാണ്. ദൈവമേ, ഞാനൊരു ദ്രവ്യാഗ്രഹിയാണ്, ഞാനൊരു തട്ടിപ്പുകാരനാണ്. ദൈവമേ, തിന്മയുടെ മൂർത്തിഭാവമാണ്. ഞാൻ പഴയതാണ്. ഇന്നെനിക്ക് മനസ്സിലായി ഞാൻ പുതിയതായി തീരണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ. പഴയതായ പാപിയെ പുതിയതായി തീർക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി വന്ന എനിക്ക് വേണ്ടി പ്രാണൻ വെച്ച് ക്രൂശേറിയ കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തന്നാൽ ഞാൻ പുതിയതായി തീരും. ഇന്ന് രാത്രി ഇവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് ഞാൻ എൻ്റെ പാപം നിന്റെ പാദപീഠത്തിൽ വെച്ച് ഉപേക്ഷിച്ച് തമ്പുരാനെ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഞാനൊരു പാപിയായി ഈ മുറ്റം വിട്ട് മടങ്ങില്ല. ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ദൈവമേ, നീ കരയാൻ ഇടവരരുത്. സാത്താൻ നിലവിളിക്കട്ടെ, നരകം തകർന്നു പോകട്ടെ, സ്വർഗം ആനന്ദം കൊള്ളട്ടെ. ഞാൻ ഇന്ന് നിന്റെ വകയാണ് എന്ന് ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ജനത്തിൽ ഒത്തിരി പേർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഇതിനു മുമ്പ് സുവിശേഷ യോഗം കേൾക്കാൻ പോയതുപോലെയല്ല, ചങ്ക് പൊട്ടിയാണ് ഈ ജനം നിലവിളിക്കുന്നത്, കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞാൻ വന്നതുപോലെ മടങ്ങി പോകില്ലെന്ന്, ദൈവമേ, ഞാൻ പുതിയ സൃഷ്ടിയായിട്ട് തന്നെ മടങ്ങുമെന്ന്, ഞാൻ എൻ്റെ പാപത്തെ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നുവെന്ന്. ഇനി ഞാൻ പഴയ മനുഷ്യനായിട്ടല്ല എൻ്റെ വീട്ടിലേക്ക് പോവുക, ഇനി പഴയ മനുഷ്യനായിട്ടല്ല നാട്ടുകാരെന്നെ കാണുക. ദൈവമേ, ഞാൻ പുതിയതാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സാക്ഷ്യമുള്ള ദൈവ പൈതലാണ്. ഇനി ഞാൻ നിന്റെ വകയാണ്. ദൈവമേ, ഈ മുറ്റത്ത് ഒഴുകുന്ന കണ്ണുനീർ നീ കണ്ടല്ലോ.
സമർപ്പണമെടുത്ത മക്കളെ നീ കണ്ടല്ലോ, ചങ്ക് പൊട്ടിക്കരഞ്ഞ മക്കളെ നീ കണ്ടല്ലോ. ഈ രാത്രി കേട്ട സുവിശേഷത്തിൻ്റെ മർമ്മം മനസ്സിലായിട്ട് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് നഷ്ടമാണെന്ന് ബോധ്യപ്പെട്ട് നിലവിളിക്കുന്ന മക്കളെ നീ കണ്ടല്ലോ. ദൈവമേ, ഒരു വേലായുധൻ ജോർജായി, ഒരു വിശുദ്ധനായി ഈ ലോകത്തോട്ടം പൂർത്തിയാക്കി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് കൊതി പറഞ്ഞതുപോലെ ദൈവമേ, ഈ ജനം മുഴുവനും നിന്റെ പക്ഷത്ത് വരട്ടെ. ഹല്ലേലൂയ. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. സകലരും നിന്റെ പക്ഷത്ത് വരട്ടെ. ഇത് കേട്ടിട്ട് ആരെങ്കിലും മത്സരിച്ചിരിക്കുന്നെങ്കിൽ ദൈവമേ, പിശാചിന് വിട്ടുകൊടുക്കരുത്. നീ അവരെ മുദ്രയിട്ട് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരവസരം കൂടെ കൊടുക്കണമേ കർത്താവേ. ഈ രാത്രി ഈ ജനത്തെ ഇങ്ങനെ സന്ദർശിപ്പാൻ തിരുമേനിക്ക് തിരുവുള്ളം തോന്നിയതിനാൽ സ്തോത്രം. സുവിശേഷമെന്ന ആ വലിയ രക്ഷയുടെ മർമ്മം കാര്യകാരണ സഹിതം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. കർത്താവേ, നീ തരുന്ന രക്ഷ അത് സൗജന്യമാണ്, അത് ദാനമാണ്. അത് ഞങ്ങൾ സ്വീകരിക്കാൻ ആകെ ചെയ്യേണ്ടത് പാപത്തെ ഏറ്റുപറയുക, പാപത്തെ ഉപേക്ഷിക്കുക, പൊട്ടിക്കരഞ്ഞനുദപിക്കുക, തിരുസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് കണ്ണുനീർ വീഴ്ത്തിയ സകലരെയും നീ കണ്ടല്ലോ. പാപം ഈ മുറ്റത്ത് വെച്ച് ഉപേക്ഷിച്ചവരെ നീ കണ്ടല്ലോ. മാനസാന്തിരപ്പെട്ടവരെ നീ കണ്ടല്ലോ. ദൈവമേ, നീ അവരെ നെഞ്ചകത്ത് സ്വീകരിക്കണം. അവരുടെ ഉള്ളിൽ നീ കൂടുകൂട്ടി പാർക്കണം. ഈ ജനത്തെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത നാഥ, നിന്റെ മക്കളെ നീ നെഞ്ചോട് ഒട്ടിക്കണം. കർത്താവേ, നിന്റെ ദാസനെ നീ ബലത്തോടെ നിർത്തിയതിനാൽ സ്തോത്രം. ഈ ജനത്തെ ഈ രാത്രി വ്യക്തമായി സ്വർഗം സന്ദർശിച്ചതിനാൽ സ്തോത്രം. അനേകം ആളുകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വിളിച്ചു ചേർത്തതിനാൽ സ്തോത്രം. തമ്പുരാനിയെ, മഹത്വം തിരുമേനി എടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവമക്കളെ, കേട്ട സുവിശേഷം നടപ്പിലാക്കണം. ഇന്ന് രാത്രി ജീവിതം യേശുവിന് കൊടുത്തവരായി, യേശുവിനുള്ളവരായി ഇനി ജീവിക്കണം. നിങ്ങൾക്ക് ആർക്കും അതിന് വിരുദ്ധമായൊരു ജീവിതം ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങളെ, അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന 11 വർഷമായി ഇവിടെ നടത്തി വരുന്നത്. അന്ന് ഞാനൊരു 3-ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അച്ഛനെ വളരെയധികം ഇങ്ങനെ തുടിച്ചു നോക്കുന്ന ഒരു പൈതലിനെ പോലെ. 11 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ചുറ്റും എന്തൊക്കെ മാറ്റങ്ങൾ നടന്നു. ഉമ്മൻചാണ്ടി സർക്കാർ മാറി, സരിത വന്നു, ഒബാമ മാറി, ട്രംപ് വന്നു, ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? 11 വർഷമായി അച്ഛൻ ഇവിടെ മാറി മാറി സുവിശേഷം അർപ്പിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. ഇന്ന് അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം പള്ളിയിലും ധ്യാന കേന്ദ്രത്തിലും ഒക്കെ ആൾക്കാരങ്ങ് തിങ്ങിക്കൂടി വരുവാ. നിങ്ങളടുത്ത് എന്ത് അച്ഛൻ പറയുന്നത്? നല്ല കാര്യങ്ങളല്ലേ, ദൈവങ്ങളൊക്കെ ആൾക്കാരൊക്കെ ദൈവത്തെ അറിയുന്നത്. നിങ്ങളടുത്ത് എന്ത് അച്ഛനും പറയുന്നത്? അച്ഛന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം അച്ഛൻ പറയുവാ, എല്ലാവരും വരുന്നത് കാര്യം സാധിക്കാനാണെന്ന്. ഞാനടുത്തു, കാര്യം സാധിക്കാനോ? അതെ, എന്ത് കാര്യം? രോഗങ്ങൾ സൗഖ്യമാക്കാനും, പിള്ളേർക്ക് ബുദ്ധി കൂടാനും, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടത്താനും, അങ്ങനെയൊക്കെ. അപ്പം ഞാനോർത്തു, ശരിയാ, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. 5-ാം ക്ലാസ്സിൽ ടീച്ചർ വരുമ്പം ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ ഞാൻ സ്വർഗസ്നായ പിതാവ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പം മാം ചോദിക്കില്ലല്ലോ. നമ്മൾ ഇതിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ബൈബിളിൽ പറയുന്നുണ്ട്, മത്തായിക്ക് രോഗം വന്നപ്പോൾ മത്തായി പറഞ്ഞു, പ്രാർത്ഥിച്ചു, എൻ്റെ രോഗം മാറ്റി തരണേന്ന്. അപ്പം ഈശോ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. നമ്മൾ എത്ര പേരെങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ക്യാൻസർ വരുമ്പോഴും അത് വരുമ്പോഴും നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ രോഗം മാറ്റിത്തരാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അൽഫോൺസമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? ഈശോ എൻ്റെ അടുത്തുണ്ട്. എത്ര പേർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? എത്ര പേര് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനുണ്ട്? നമ്മൾ ഇതൊക്കെ ചിന്തിക്കേണ്ട സമയമായി. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് നമ്മുടെ അടുത്ത് ദൈവവചനം പ്രഘോഷിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കാൻ സഹായിച്ച പൗലോസ് പാരക്കര അച്ഛനെ എൻ്റെ ഇടവകയുടെ നാമത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. വളരെയധികം മനോഹരമായി ഗാന ശുശ്രൂഷ നിർവഹിക്കുകയും
നമ്മളെ ധ്യാനിപ്പിക്കുകയും ചെയ്ത അച്ഛനെയും കൊയർ അംഗങ്ങളെയും ഞാൻ ഇടവകയുടെ നാമത്തിലും കുടുംബത്തിൻ്റെ നാമത്തിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി വരികയും ആത്മീയമായി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഇടവക വികാരി മാതാപറമ്പിൽ അച്ഛനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ യവനത്തിൽ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് ആത്മീയ പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഷിബിൻ അച്ഛനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സന്തോഷ് അച്ഛനും, അച്ഛൻ വളരെയധികം തിരക്കിലാണ്, എന്നിട്ടും അച്ഛൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയ അച്ഛനും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാ ഇടവകയിൽ നിന്ന് വന്ന ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു.